بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ومن اتبعهم بإحسان إلى يوم الدين أما بعد. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുവാനാവട്ടെ. നമ്മളിന്നിവിടെ കൂടിയിരിക്കുന്നത് അഹ്ലുസുന്നയുടെ സവിശേഷതകൾ എന്ന വിഷയത്തെപ്പറ്റി സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. അഹ്ലുസുന്ന എന്ന് പറഞ്ഞാൽ സുന്നത്തിൻ്റെ ആളുകൾ, അവരുടെ മാത്രമായിട്ടുള്ള ചില പ്രത്യേകതകൾ, അതിനെപ്പറ്റി ഇവിടെ സംസാരിക്കുന്നതോടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളിൽ ആ പ്രത്യേകതകൾ എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കാനും ആ പ്രത്യേകതകളിൽ ഏതെങ്കിലും ഒന്ന്, അതൊരുപാട് പ്രത്യേകതകളുണ്ട്, പ്രധാനപ്പെട്ടതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. അതെല്ലാം നമ്മളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്തുകയും ഏതെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു പോയതുണ്ടെങ്കിൽ അത് നമ്മളിൽ ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുകയും അങ്ങനെ ഏറ്റവും ശരിയായ രൂപത്തിൽ, അല്ലെങ്കിൽ ആ സുന്നത്തിൻ്റെ ആൾ എന്ന് ശരിക്കും നമ്മളെപ്പറ്റി പറയാൻ പറ്റുന്ന റബ്ബിൻ്റെ അടുക്കൽ നമുക്ക് ആ രൂപത്തിലായിത്തീരാൻ സാധിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, അതിനെപ്പറ്റിയാണ് ഇൻഷാ അല്ലാഹ് അവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ആമുഖമായി സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് അല്ലെങ്കിൽ സുന്നത്തിൻ്റെ ആളുകളാവുന്നത്? നമ്മൾക്ക് മുസ്ലിമീങ്ങളായാൽ പോരെ. എന്താണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വിഭാഗമാണോ, കക്ഷിയാണോ? എന്താണ് അതിൻ്റെ അർത്ഥം? എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്? എന്താണ്? ഇതാണ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം. എന്താണ് മുസ്ലിമായ പോരെ? നമുക്ക് അള്ളാഹുവിന് തൃപ്തി കിട്ടാൻ, നരകത്തിന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ മുസ്ലിമായ പോരെ? പോരെ? നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി അദ്ദേഹം പഠിപ്പിച്ചു തരുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കാണ്. അദ്ദേഹം പറയുന്നത്, ജൂതന്മാർ, യഹൂദന്മാർ 71 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നസാറാക്കൾ 72 വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് പറയാണ്, സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക 1400 വർഷങ്ങൾക്ക് മുമ്പ്, എൻ്റെ ഉമ്മത്ത്, ഈ മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയുക തന്നെ ചെയ്യും. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മളൊക്കെ കരുതിയിട്ടുള്ള എന്താ, മുസ്ലിമായ പിന്നെ ഒന്നും പേടിക്കണ്ട, മുസ്ലിമായ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും മകനായി ജനിച്ചാൽ പിന്നെ നമ്മൾ സ്വർഗത്തിൽ തന്നെയാണ് എന്ന് കരുതുന്ന നമ്മൾ ശ്രദ്ധിക്കേണ്ട വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലുഹ ഫിന്നാർ, ഇവരെല്ലാവരും നരകത്തിലാണെന്ന് പറഞ്ഞു. ഈ ജൂതന്മാരിൽ 71, നസ്രാണികൾ 72, മുസ്ലിമീങ്ങൾ 73 ഒക്കെ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അപ്പോൾ നമ്മൾ നരകത്തിൽ പോകാനാണോ മുസ്ലിം ആയത്? ആണോ? അങ്ങനെ ഇപ്പോൾ തോന്നിയ പോലെ നടന്നാൽ പോരെ? എത്ര ആൾക്കാരുണ്ട് നമുക്ക് മുന്നിൽ, അവനവന് ഇഷ്ടപ്പെടുന്നതൊക്കെ ചെയ്തും തോന്നിയതൊക്കെ ചെയ്തും ചെയ്യാതിരിക്കുന്നു, അങ്ങനെ തൻ്റെ ഇഷ്ടപ്രകാരം ചെയ്തും മുന്നോട്ട് നയിക്കുന്ന എത്ര ആളുകളുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഒരുപാട് കാര്യങ്ങൾ മുന്നിൽ കണ്ടിട്ടും അത് ഹറാമാണെന്ന് മനസ്സിലായി നമ്മൾ വേണ്ടെന്ന് വെക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ നരകത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇങ്ങനെയുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നരകം പേടിക്കുന്ന, നരകമോചനം ആഗ്രഹിക്കുന്ന, സ്വർഗത്തിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്ന, അള്ളാഹുവിന് തൃപ്തി കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, മുസ്ലിം ആയാൽ പോരാ. എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാം കേട്ടോ, അല്ലാതെ ശരിക്കുമുള്ള ഇസ്ലാം ആണെങ്കിൽ ആ ഇസ്ലാം അവന് മതിയാകുന്നതാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ. പക്ഷെ നാട്ടിലെന്ന് പറയുന്ന രൂപത്തിലുള്ള ഇസ്ലാം അത് സ്വീകരിച്ചാൽ പോരാ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, കുല്ലുഹാ ഫിന്നാർ, എല്ലാവരും നരകത്തിലാണ്, ഒരു വിഭാഗം ഒഴികെ. ഏതാണ് ആ വിഭാഗം എന്ന് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറയുന്ന മറുപടി എന്താ? മാ അന അലൈഹിൽ യൗമ വ അസ്ഹാബി. എന്താ പറയുന്ന മറുപടി? ആ മറുപടി നമ്മൾ പഠിച്ചു വയ്ക്കണം. ആ മറുപടി നമ്മൾ ഓരോരുത്തരും പഠിച്ചു വയ്ക്കണം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്ദേശിക്കുന്ന നാം ഓരോരുത്തരും നമുക്കുള്ള ആ രക്ഷയുടെ കയറാണെന്ത്, പിടിവള്ളിയാണ് ആ വാക്ക്. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിൽ, ഇന്നെന്ന് പറയുമ്പോൾ ആ പറയുന്ന ആ ദിവസം ഏതൊരു മാർഗത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ, ഏതൊരു ആദർശത്തിലാണോ, അതിലാരൊക്കെയുണ്ടോ അവരൊക്കെയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടും. അവരാണ് നരകത്തിൽ രക്ഷപ്പെടുക. അവരേ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയുള്ളൂ എന്ന് പറഞ്ഞു തരുന്നത് ഏതെങ്കിലും ഒരു സംഘടനയുടെ വിഭാഗത്തിൻ്റെ നേതാവൊന്നുമല്ല, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമുക്ക് നമ്മുടെ നരകമോചനം പൂർണ്ണമാകുന്നത്, നമുക്ക് ശരിക്കും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നത് നമ്മൾ ഈ ഒരു ആദർശത്തിലാണെന്ന് ഉറപ്പുവരുത്തുമ്പോൾ മാത്രം.
അതെന്താണ് പറഞ്ഞത്? ഇവിടെ സഹോദരൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ആളുകളും മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്, എല്ലാവരും മുസ്ലിമുകളാണെന്ന് പറയുന്നുണ്ട്. അവരുടെ ആദർശങ്ങൾക്കൊക്കെയും ഖുർആൻ സുന്നത്ത് അവർ തെളിവ് പിടിക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരുടെ ആദർശവും ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഒന്ന് കിഴക്കാണെങ്കിൽ മറ്റൊന്ന് പടിഞ്ഞാറായിരിക്കും. അങ്ങനെ അത്രയും വ്യത്യാസമുള്ള ആദർശങ്ങളുള്ള ആളുകൾക്കും അവർ തെളിവ് പിടിക്കുന്നത് തന്നെയാണ് ഖുർആൻ സുന്നത്ത് തന്നെയാണ്, ആയത്തുകളും ഹദീസുകളും തന്നെയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ മാനദണ്ഡം നമ്മൾ നേരത്തെ പറഞ്ഞു, കാണാതെ പഠിക്കണം. ആ അന അലൈഹിൽ വസ്ഹാബി, അതിലെന്താണ് പ്രത്യേകത? ഞാനും എൻ്റെ സ്വഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ നിലകൊണ്ടവർ എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊരു കാര്യം ദീനിൻ്റെതായിട്ട് ആളുകൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും അവതരിപ്പിക്കുന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ അത് ദീനാണെന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിലും, നമുക്ക് എന്ത് നോക്കി നമുക്കത് ശരിയാണോ, ദീനിലുള്ളതാണോ അല്ലയോ, നമ്മൾ പ്രവർത്തിക്കണോ വേണ്ടയോ, വിശ്വസിക്കണോ വേണ്ടയോ എന്ന് നമുക്ക് പരിശോധിക്കാനുള്ള മാനദണ്ഡം എന്താ മാനദണ്ഡം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോ അല്ലെങ്കിൽ സ്വഹാബത്തോ ഇത് ദീനായി കണക്കാക്കിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ദീനാ, അല്ലെങ്കിൽ അതെന്താവൂല, അത് ദീനാവുകയില്ല. ഇത് നമ്മൾക്ക് എപ്പോഴും ഉപകാരപ്പെടുന്ന നമ്മുടെ വിശ്വാസങ്ങളും ദീനും എല്ലാം ഓരോ മേഖലകളിലും നമുക്ക് നമ്മുടെ ദീനിനെ പരിശോധിക്കാൻ, തൂക്കി നോക്കാൻ, നമ്മുടെ ദീന് നമ്മൾ സ്വർണ്ണം കുറച്ച് നോക്കുന്ന പോലെ അതിൻ്റെ മാറ്റം നോക്കാൻ നമുക്ക് ഉപകാരപ്പെടുന്ന കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നത്. ഞാനും എൻ്റെ സ്വഹാബത്തും ഏതൊരു മാർഗത്തിലാണ് എന്നുള്ളത്. ഈ മാർഗത്തിനാണ് എന്തു പറയാം? അഹ്ലുസുന്നത്തിൻ്റെ മാർഗം, അല്ലെങ്കിൽ ശരിയായ ഇസ്ലാം, അല്ലെങ്കിൽ ദീനിൻ്റെ തനിമയാർന്ന രൂപം, കലർപ്പില്ലാത്ത രൂപം എന്നൊക്കെ പറയുന്നത് ഈ ഒരു ആദർശത്തിന്, ഈ ഒരു മാർഗത്തിന്. അപ്പോൾ നമ്മുടെ ആദർശം, നമ്മുടെ ദീന് ഇവരുടേതുപോലെ ആയിട്ടില്ലെങ്കിൽ നമ്മൾ നരകത്തിന് രക്ഷപ്പെട്ടിട്ടില്ല എന്ന് ചുരുക്കം ആണ്. ഈ പറഞ്ഞതിന് ചുരുക്കത്ര നമ്മുടെ ഇസ്ലാം, നമ്മുടെ ദീന്, നമുക്ക് വാപ്പയമ്മയും പഠിപ്പിച്ചെന്ന, നമ്മുടെ വല്യുപ്പയും വിശ്വസിച്ച് പോന്ന ആ ദീന് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ച് പോയ അതേ രൂപത്തിലല്ലെങ്കിൽ നമ്മൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടവരായിട്ടില്ല. മുസ്ലിം ആവുക എന്നതുകൊണ്ട് നമ്മൾക്ക് കിട്ടേണ്ട ഗുണം പൂർണ്ണമായിട്ടും കിട്ടാൻ നമ്മൾ ഇനിയും പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. അപ്പോൾ നമ്മൾക്ക് സ്വഹാബത്തിൻ്റെ നിലപാട് പോലെ, അവരുടെ ദീൻ പോലെ നമുക്ക് ആക്കണമെങ്കിൽ എന്തു വേണം? നമുക്കത് അറിയാതെ നിവർത്തിയില്ല. സ്വഹാബത്തിൻ്റെ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു, അവരുടെ ആദർശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നറിയാത്ത ഒരാൾക്ക് അവൻ്റെ ആദർശം സ്വഹാബത്തിലാക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക്, അതാണ് ദീനുൽ ഇസ്ലാം ഇൽമിൻ്റെ ദീനാണെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പഠിക്കാത്ത ഒരുത്തന് സ്വർഗത്ത് പോകാൻ പറ്റൂല. നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ ദീനെ പറ്റി ഒന്നും പഠിക്കുന്നില്ല, അവൻ്റെ വാപ്പയമ്മയും പറഞ്ഞു തന്നതല്ലാത്ത, അവൻ്റെ വല്യുപ്പയും വിശ്വസിച്ച് പോകുന്നതല്ലാതെ, അവൻ്റെ നാട്ടുകാരിൽ കാണുന്നതല്ലാത്ത ഒരു കാര്യം അവന് ദീനെ പറ്റി അറിയില്ലെങ്കിൽ അവൻ സ്വർഗത്തിൽ പോകാന്നുള്ളത് പ്രയാസമുള്ള കാര്യം. അങ്ങനെ വെറുതെ പോകാൻ കഴിയൂല. ദീനുൽ ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത, ദീനുൽ ഇസ്ലാം എന്നുള്ളത് ഇൽമിൻ്റെ ദീനാണ്. അല്ലെ? ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞു, വലൈക്കും സലാം. ബുഖാരി റഹ്മത്തുള്ളാഹി പറഞ്ഞതുപോലെ അൽ ഇൽമു ഖബ്ലൽ ഖൗലി വൽ അമൽ, ഖൗലിനും അമലിനും, സംസാരത്തിനും പ്രവർത്തനത്തിനും വിശ്വാസത്തിനും ഒക്കെ മുമ്പ് എന്ത് വേണം? ഈ ദീനിൽ ഇൽമു വേണം, അറിവ് വേണം. കാരണം നമ്മൾ വിശ്വസിക്കുന്നതും, അല്ലെങ്കിൽ നമ്മൾ ഇതെല്ലാം ചെയ്യും, നമ്മൾ നിസ്കരിക്കുന്നതും മറ്റ് വിശ്വാസങ്ങൾ വിശ്വസിക്കുന്നത് ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ദുനിയാവിൽ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? മറ്റെന്തെങ്കിലും, ഇപ്പോൾ നോമ്പ് റമദാൻ മാസം വരികയാണ്, നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അല്ല. നമ്മളിത് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്ത് ചെയ്യണം? തൃപ്തിപ്പെടണം. ഈ പ്രവർത്തനം നമ്മൾ സ്വീകരിക്കണം, നമ്മൾക്കതിന് പ്രതിഫലം ലഭിക്കണം. ഇതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം. ശ്രദ്ധിക്കണേ, നമ്മുടെ പ്രവർത്തനം അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ ആ പ്രവർത്തനം അള്ളാഹു തൃപ്തിപ്പെടുന്നതായിരിക്കണം. അള്ളാഹു ഒരു കാര്യം തൃപ്തിപ്പെടുന്നുണ്ടോ ഇല്ലയോ നമുക്കെങ്ങനെ അറിയാൻ സാധിക്കാം? എങ്ങനെ അറിയാൻ സാധിക്കാം? ഇപ്പം എൻ്റെ ഈ സംസാരം ഇത് അള്ളാഹു തൃപ്തിപ്പെടുന്നതാണോ അല്ലയോ എന്ന് എനിക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം? എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കാം? അള്ളാഹുവിനോട് നേരിട്ട് ചോദിക്കാൻ സാധിക്കും ഓരോ പ്രവർത്തനം ചെയ്യുമ്പോഴും? അതിനു വേണ്ടിയിട്ടാണ്, ശ്രദ്ധിക്കണം, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂലിനെ നമ്മളിലേക്ക് അയച്ചത്. ശ്രദ്ധിക്കണേ, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിലേക്ക് അയച്ചത്. ഈ റസൂൽ എന്താണ് നമ്മൾക്ക് അള്ളാഹു ഇഷ്ടപ്പെടുന്നതാണെന്ന് പഠിപ്പിച്ചെന്നത്, അത് നമ്മൾ ചെയ്താൽ അതിന് നമ്മൾ അള്ളാഹു എന്ത് ചെയ്യും? പ്രതിഫലം കിട്ടും. അള്ളാഹു അത് സ്വീകരിക്കും.
അപ്പോൾ ഈ റസൂൽ എന്താണ് നമുക്ക് പഠിപ്പിച്ചതെന്ന് നമുക്ക് വെറുതെ ഇരുന്നാൽ അറിയാൻ സാധിക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾക്ക് ഈ ദീനുൽ ഇസ്ലാമിൽ പഠിക്കാതെ, അറിയാതെ, ചോദിച്ച് മനസ്സിലാക്കാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം, നമ്മുടെ പരലോകം നമുക്കൊരിക്കലും കരസ്ഥമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഞാൻ ആമുഖമായിട്ട് ഈ വിഷയം പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമ്മൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തൃപ്തിപ്പെടണമെങ്കിലും, നമ്മൾക്ക് അവൻ്റെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലും, അവൻ്റെ സ്വർഗത്തിൽ നമ്മൾക്ക് പ്രവേശിക്കണമെങ്കിലും നമ്മൾ മുസ്ലിം ആയാൽ പോരാ, മറിച്ച് എങ്ങനെയുള്ള മുസ്ലിമാണ്? സ്വഹാബത്തിനെ ഏതൊരു ഇസ്ലാമിലായിട്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയത്, അതേ ഇസ്ലാമിലാണ്. അതല്ലാത്ത എത്രയോ ഇസ്ലാമുകളും നമുക്ക് നമ്മുടെ ചുറ്റും കാണാൻ സാധിക്കും. ഒരുപാട് വ്യത്യസ്ത രൂപത്തിലുള്ള, കോലത്തിലുള്ള ആദർശങ്ങളും ഒരുപാട് വ്യതിയാന കക്ഷികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിലേതെങ്കിലും ഒരു രൂപത്തിലായാൽ നമുക്ക് സ്വർഗപ്രവേശനം സാധിക്കൂലെന്നുണ്ടോ? ഒരിക്കലും സ്വർഗത്ത് പോകില്ല. ഒരു മുസ്ലിമീങ്ങളും അഹ്ലു സുന്നത്തിൽ പെടാത്ത ഒരു മുസ്ലിമും സ്വർഗത്ത് പോകില്ലേ? ഇല്ല, സ്വർഗത്തിലേ പോകില്ല, ഒരിക്കലും കടക്കൂല. സ്വർഗത്ത് പോവോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എൻ്റെ ഉമ്മത്ത് മുസ്ലിം സമൂഹം 73 വിഭാഗമായി പിരിയും, അതിൽ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയൊക്കെ നരകത്തിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന. അപ്പോൾ ഈ ഒരു വിഭാഗം ഒഴിച്ച് ബാക്കിയുള്ളവരൊക്കെ നരകത്തിൽ കാലാകാലമായിരിക്കുമോ? ശാശ്വതരായിരിക്കുമോ? അയ്യോ, അതിൽ ഷിർക്കില്ലാത്ത, അല്ലെങ്കിൽ ദീനിൽ നിന്ന് പുറത്തു പോകുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടില്ലാത്ത, അത്തരം വിശ്വാസങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ആളുകൾ അവരെന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തും. പക്ഷേ എവിടെ അപകടം എന്താ? അവർ നരകത്തിൽ പ്രവേശിക്കാൻ അർഹരാണ്. എന്ത് കാരണത്താൽ? എന്താ അവർ ചെയ്ത കുറ്റം? എന്താ? സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു മാർഗത്തിലായിട്ടാണോ വിട്ടേച്ചു പോയത്, ആ മാർഗത്തിൽ നിന്ന് അവരെന്ത് ചെയ്തു? വ്യതിചലിച്ചു. അവർക്ക് ഇഷ്ടമുള്ളൊരു മാർഗം തിരഞ്ഞെടുത്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ദീനിൽ പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. നമുക്ക് ഈ ദീനിൽ ഒരു കാര്യം പുതുതായിട്ടൊരു വിശ്വാസം വിശ്വസിക്കേണ്ടതോ ഒരു പ്രവർത്തനം പുതുതായിട്ട് ചെയ്യാൻ ഒന്നും നമുക്ക് പുതുതായിട്ടൊന്നും ചെയ്യാനില്ല. നമ്മളിപ്പോൾ സ്വഹാബത്തിനെ പറ്റി പറയുമ്പോൾ നമ്മൾ എന്താ പറയുക? അബൂബക്കർ എന്താ പറയുക? റളിയല്ലാഹു അൻഹു. എന്താ വാക്കിൻ്റെ അർത്ഥം? എന്താ? അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ അബൂബക്കർ തൃപ്തിപ്പെട്ടത്? ഖുറൈശി ആയതുകൊണ്ടാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനായതുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് തൃപ്തിപ്പെട്ടത്? ആ ആദർശത്തിലായതുകൊണ്ടാണ്. അതേ ആദർശത്തിൽ നമ്മളുമായാൽ നമ്മളെയും തൃപ്തിപ്പെടും. ശ്രദ്ധിക്കണം, അതേ ആദർശത്തിൽ, അതേ വിശ്വാസത്തിൽ, അതേ നിലപാടുകളിൽ നമ്മളുമായി തീർന്നാൽ നമ്മളെയും അള്ളാഹു തൃപ്തിപ്പെടും. എന്നുവെച്ചാൽ അവരെങ്ങനെയാണോ ജീവിച്ചത് അങ്ങനെ തന്നെ ജീവിക്കുക. വേറൊന്നും നമുക്ക് പുതുതായിട്ട് ഒരു കാര്യം ഇതിൽ ചെയ്യാനില്ല. അതാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇത്തബിഉ വലാ തബ്തദിഉ ഫഖദ് കുഫീതും. നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പിൻപറ്റിയാൽ മതി. പിന്നാലെ. ഇത്തബിഉ പറഞ്ഞാൽ ഒരാൾ നടക്കുമ്പോൾ പിന്നാലെ നടക്കുക. ഇവിടെ ശ്രദ്ധിക്കും, അതൊക്കെ അവർ നോക്കിക്കോളും. ഇവിടെ ശ്രദ്ധിക്കും. ഇത്തബിഉ എന്ന് പറഞ്ഞാൽ ഒരാൾ നടക്കുമ്പോൾ പിന്നാലെ നടക്കുക. ഒരാൾ നടക്കുമ്പോൾ ആ നടന്ന കാൽപ്പാടുകൾ, അതേ കാൽപ്പാടുകൾ പിന്നാലെ വെച്ച് അങ്ങനെ തന്നെ പുറകെ സഞ്ചരിക്കുക. അതിന് ഇത്തബിഉ എന്ന് പറയും. നിങ്ങൾക്ക് അതിൻ്റെ ആവശ്യം, നിങ്ങൾക്ക് അത്രേ ബാധ്യതയുള്ളൂ. റബ്ബ് നിങ്ങൾക്ക് വേറൊന്നും ഈ ദീനിൽ ചുമതലപ്പെടുത്തിയിട്ടില്ല. വേറെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും പുതുതായിട്ട് കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിക്കുക ഒന്നിൻ്റെ ആവശ്യമില്ല. അവരെങ്ങനെയാണോ ജീവിച്ച് കാണിച്ചെന്ന് ദീനനുസരിച്ചിട്ട് അങ്ങനെ തന്നെ ജീവിക്കുക. വേറൊന്നും നിങ്ങൾക്ക് അള്ളാഹുവിന് തൃപ്തി കിട്ടാൻ നിങ്ങൾക്ക് ആവശ്യമില്ല. വലാ തബ്തദിഉ, നിങ്ങൾ പുതുതായിട്ടൊരു കാര്യവും ഈ ദീനിൽ കൊണ്ടുവരണ്ട. അത് വിശ്വാസമായിക്കോട്ടെ, പ്രവർത്തനമായിക്കോട്ടെ, എന്ത് പേര് പറഞ്ഞിട്ടായിക്കോട്ടെ. സ്വലാത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിലും, കറാമത്തുകളുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും, എന്ത് പേര് പറഞ്ഞിട്ടാണെങ്കിലും, ദീനിൽ അവർ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം, സ്വഹാബത്ത് പ്രവർത്തിച്ച് കാണിച്ചു തന്നിട്ടില്ലാത്തൊരു കാര്യം നിങ്ങൾ പുതുതായി ചെയ്യണ്ട. ഫഖദ് കുഫീതും, നിങ്ങൾ മതിയാക്കപ്പെട്ടവരാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് എന്തൊക്കെ ദീനിൽ ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും. ഒരു കാര്യം പൂർണ്ണമായി എന്ന് പറഞ്ഞാൽ പിന്നെ അതിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ചേർക്കേണ്ടതുണ്ടോ? ഒന്നും ചേർക്കേണ്ടതില്ല. അള്ളാഹു പറഞ്ഞു, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഈ ആയത്ത് ഇറങ്ങുന്ന എപ്പോഴാണ് അറിയോ? ഹജ്ജത്തുൽ വിദാഇൽ അറഫ ദിവസത്തിൽ വെച്ചാണ്. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, ഒരു 4-5 മാസം. ഈ സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആയത്തിറക്കാണ്, ഇന്നേ ദിവസം ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അള്ളാഹു പറയാം. എന്നുവെച്ചാൽ നമുക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ, നരകത്തിന് രക്ഷപ്പെടാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുണ്ട്? നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സ്വഹാബത്ത് പറയാറുണ്ട്,
ആകാശത്തു കൂടി ഒരു പക്ഷി പറക്കുന്നുണ്ടെങ്കിൽ ആ പക്ഷിയിൽ എന്തെങ്കിലും ഉപകാരമുണ്ടെങ്കിൽ അതുപോലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പറഞ്ഞു തരാതിരുന്നിട്ടില്ല. എന്നുവെച്ചാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിലൊന്നുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയാതെ വിട്ടുപോയിട്ടില്ല. അതുപോലെ നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്തെല്ലാം കാര്യങ്ങൾ ആവശ്യമുണ്ടോ അതിലൊരു കാര്യം പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരാതെ പോയിട്ടില്ല. എല്ലാം പൂർത്തീകരിച്ച് പെർഫെക്റ്റാക്കി കംപ്ലീറ്റ് ചെയ്തിട്ടേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ നിന്ന് വിട്ടേച്ച് പോയിട്ടുള്ളൂ. ആ മാർഗത്തിൻ്റെ പേരാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് എന്നുള്ളത്. അല്ലേ, എല്ലാവരും പറയും ഞങ്ങളാണ് സുന്നത്ത് ജമാഅത്ത്, ഞങ്ങളാണ് അഹ്ലുസ് സുന്ന എന്ന് എല്ലാവരും പറയും. പക്ഷെ ആ പറയുന്നത് കൊണ്ടല്ല കാര്യം. പറയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യം, ആർക്കും എന്തും അവകാശവാദങ്ങൾ ഉന്നയിക്കാൻ എളുപ്പമാണ്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിച്ച് അതിൻ്റെ ചില പ്രത്യേകതകളുണ്ട്, അതിന് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ അതാണ് ഇവിടെ ഇന്നത്തെ വിഷയം. ആ അടയാളങ്ങൾ നമ്മളിലുണ്ടോ എന്ന് പരിശോധിക്കുക വഴി നമ്മളിന് എന്തൊക്കെ എത്ര മെച്ചപ്പെടുത്താനുണ്ട്, എത്ര നമ്മുടെ ദീൻ ശരിയാക്കാനുണ്ട്, എത്ര കുറ്റമറ്റതാക്കാൻ നമുക്കൊരു സ്വയം തിരിച്ചറിവുണ്ടാകും. അതിനു വേണ്ടിയിട്ടാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ സംസാരം. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതും മാത്രമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു സംസാരം കൊണ്ട് നമ്മുടെ ദീനിൻ്റെ അതിൻ്റെ ശരിയായിട്ടുള്ള മാറ്റ്, അതിൻ്റെ നിലവാരം ശരിക്ക് അത് റബ്ബിൻ്റെ അടുക്കൽ എത്രയാണെന്ന് തിരിച്ചറിയാനും, അങ്ങനെ എന്തെങ്കിലും പോരായ്മകൾ നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ മറ്റെന്തെങ്കിലും അബദ്ധങ്ങൾ കൊണ്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി റബ്ബ് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ദീന് ആദർശമാക്കുവാനും ഈ ഒരു സംസാരം റബ്ബ് സുബ്ഹാനഹു വ തആല സബബാക്കി തീർക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നുള്ളത് അവരേറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക തൗഹീദിനാണ്. എന്തൊന്നിനേക്കാൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ട് തന്നെ അവരേറ്റവും അധികം വേദികളിൽ സംസാരിക്കുക തൗഹീദായിരിക്കും. ഏറ്റവും പ്രാധാന്യം കൊടുത്ത് സംസാരിക്കലും തൗഹീദായിരിക്കും. ഏറ്റവും ആവർത്തിച്ച് സംസാരിക്കുന്നതും തൗഹീദ് തന്നെയായിരിക്കും. അവരുടെ സംസാരം തുടങ്ങുന്നതും തൗഹീദ് തന്നെയായിരിക്കും, അവസാനിക്കുന്നതും തൗഹീദിലായിരിക്കും. എല്ലാം എപ്പോഴും അവർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള തൗഹീദാണ്. എന്താ കാരണം? തൗഹീദ് ഇല്ലാത്തവന് ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അവൻ കുറേ നിസ്കരിക്കുന്നവനായതുകൊണ്ടോ ഒരുപാട് നോമ്പെടുക്കുന്നവനായതുകൊണ്ടോ ഒരുപാട് ദിക്റുകൾ ചൊല്ലി മറ്റെന്തവനുണ്ടായാലും തൗഹീദ് അവനില്ലെങ്കിൽ അവന് സ്വർഗത്തിൽ കയറാൻ കഴിയൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. തീർച്ചയായും അള്ളാഹുവിൽ പങ്കു ചേർക്കപ്പെടുന്നത് അള്ളാഹു പുറത്തു തരികയില്ല, ഉറപ്പായിട്ടും. അള്ളാഹ് പൊറുക്കൂല. റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, തവ്വാബാണ്, ഒക്കെയാണ്. പക്ഷേ ഷിർക്കുമായിട്ട് ആ ഷിർക്കിന്ന് തൗബ ചെയ്യാതെ ഒരാൾ റബ്ബിനെ കണ്ടുമുട്ടുന്നൊരവസ്ഥ വരികയാണെങ്കിൽ അവൻ ആ തെറ്റ് റബ്ബ് പുറത്തു കൊടുക്കൂല, ഒരിക്കലും പുറത്തു കൊടുക്കുക. എന്നാലോ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്തതൊക്കെ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹ് പുറത്തു കൊടുക്കും. ബാക്കി എന്ത് തെറ്റും ഏത് തെറ്റാണെങ്കിലും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് പുറത്തു കൊടുക്കും. ആലോചിച്ച് നോക്കിയേ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്കത് പുറത്തു തരില്ല എന്ന് തന്നെ പറയാം. എന്ന് വെച്ചാൽ ഒരാൾ ഷിർക്കുമായി റബ്ബിനെ കണ്ടുമുട്ടി തൗബ ചെയ്യാതെ മുശ്രിക്കായി തന്നെ മരണപ്പെട്ടു പോയാൽ അവൻ നരകത്തിൽ നിന്ന് ഒരിക്കലും പുറത്തിറക്കൂല. എന്നാൽ തൗഹീദുള്ള ഒരാൾ, അവൻ ബാക്കി എന്തൊക്കെ തിന്മകൾ അവനുണ്ടെങ്കിലും അവൻ ഇന്നല്ലെങ്കിൽ നാളെ ഒരു കാലത്ത് അവൻ സ്വർഗത്തിലേക്ക് എത്തും, ഉറപ്പാണ്. ചിലപ്പോൾ അവൻ ശിക്ഷകൾ കിട്ടും, ചിലപ്പോൾ ഒരുപാട് കാലം ശിക്ഷയിൽ കിടക്കേണ്ടി വരും, ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. എങ്ങനെയെങ്കിലും ആയിട്ട് അവൻ അവസാനം എവിടേക്ക് എത്തും? സ്വർഗത്തിലേക്ക് എത്തും. അതാണ് തൗഹീദുള്ള ആളുടെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് ഏറ്റവും താക്കീത് ചെയ്യുന്നതും ഏറ്റവും അധികം ഗൗരവത്തിൽ ജനങ്ങളെ ബോധിപ്പിക്കുന്നതും ഷിർക്കിൻ്റെ വിഷയം. ഷിർക്കിൻ്റെ വിഷയത്തിൽ ഒരു നീക്കുപോക്കിനും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് തയ്യാറാവില്ല. വളരെ കാർക്കശ്യത്തോടുകൂടെ, വളരെ ഗൗരവത്തോടുകൂടെ, വളരെ കടുംപിടുത്തം ഷിർക്കിൻ്റെ വിഷയത്തിൽ അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദിനോട് പറയുന്ന ഒരു ഹദീസിന് വസിയത്തുണ്ട്. അതിലാദ്യം കൊടുക്കുന്ന 10 വസിയത്തുകൾ കൊടുക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ വസിയത്തിന് വിശ്വാസം കൊടുക്കുന്നത്, നീ കൊല്ലപ്പെട്ടാലും, നീ കഷ്ണങ്ങളാക്കപ്പെട്ടാലും, നീ കത്തിച്ചാമ്പലാക്കപ്പെട്ടാലും നീ അള്ളാഹുൽ ശിർക്ക് ചെയ്യരുത്. നിന്റെ ജീവൻ പോയാലും, എന്ത് നിന്നെ ചെയ്യപ്പെട്ടാലും, എന്ത് നിനക്ക് ബാധിച്ചാലും, നിന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടാലും, നിന്റെ സ്ത്രീകളുടെ അഭിമാനം എന്ത് നഷ്ടപ്പെട്ടാലും, എന്ത് നിനക്ക് പോയാലും നീ ഷിർക്ക് ചെയ്യരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഷിർക്ക് ദീനിൽ ഗൗരവപ്പെട്ടതാണ്. ഈ ഷിർക്കിനെ സംബന്ധിച്ച്, ഈ ഷിർക്ക് ഒരു ആളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അവൻ മുസ്ലിം പോലും ആവില്ല, പേരിന് പോലും അവൻ എന്താവില്ല, ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടുള്ള ആളാവില്ല, മുസ്ലിമേ അല്ല. ഇതാണ് ദീനുൽ ഇസ്ലാമിൽ ഏറ്റവും അധികം താക്കീത് ചെയ്യപ്പെടുന്ന, ഏറ്റവും ശക്തമായ നിലയ്ക്ക് വിമർശിച്ചിട്ടുള്ള വിഷയം ഷിർക്കാണ്. എന്താണ് ഷിർക്ക്? ഒറ്റ വാക്കിൽ ചോദിച്ചാൽ എന്താ പറയാം? നമ്മൾ ശരിക്കത്ത്, അല്ലെ, ഗൾഫിലൊക്കെ പോയവർക്കറിയാം, കമ്പനിക്ക് ശരിക്കത്ത് എന്ന് പറയാം. കമ്പനിക്ക് ശരിക്കത്ത് എന്ന് പറയാം. പാർട്ട്ണറിനെ ശരീക്കെന്ന് പറയും.
പാർട്ട്ണറെ ശരീക്കെന്ന് പറയും. ഷിർക്കെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ചു തന്നിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. അവൻ്റേത് മാത്രം, അല്ലെങ്കിൽ അവന് മാത്രം അവകാശപ്പെട്ടത്, ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട്. ഇത് അള്ളാഹു അല്ലാത്ത വേറെ ആർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കലോ അല്ലെങ്കിൽ അവർക്കത് നൽകലോ ആണെന്ത് ഷിർക്കെന്ന് പറയും. ഉദാഹരണത്തിന് മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, മക്കാ മുശ്രിക്കുകളോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടിയായി ഖുർആനിൽ കൊടുത്തിട്ടുള്ളതാണെന്ത് ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതും കേൾവിയെയും കാഴ്ചയും ഉടമപ്പെടുത്തിയതും മരിച്ചതിൽ നിന്ന് ജീവനുള്ളതിനെയും ജീവനുള്ളതിൽ നിന്ന് മരിച്ചതിനെയും പുറത്തു കൊണ്ടുവരുന്നതും എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നതും ആരാണ് എന്ന് മക്കാ മുശ്രിക്കുകളോട് ചോദിച്ചാൽ പോലും അവരെന്താ പറയാ? ഫസയഖൂലൂന അല്ലാഹ്. അവർ പോലും പറയാം അള്ളാഹു ആണെന്ന്. അവരെ സൃഷ്ടിച്ചത് അള്ളാഹു ആണ്, അവർക്ക് മഴ വർഷിപ്പിച്ച് നൽകുന്നത് അള്ളാഹു ആണ്, അവർക്ക് ചെടികൾ മുളപ്പിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല, അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, മരിപ്പിക്കുന്നതും ജീവിപ്പിക്കും എല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്നാരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു? മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. മക്കാ മുശ്രിക്കുകൾക്ക് പോലും അറിയുന്ന കാര്യമാണ് എന്ത്? ഇതെല്ലാം നിയന്ത്രിക്കുന്നത് അള്ളാഹു മാത്രം. അപ്പോൾ ഒരാൾ വന്നിട്ട് പറയുകയാണെന്ത് ഇതെല്ലാം ചെയ്യുന്നത് ഒരു പ്രത്യേക വ്യക്തിയാണ് അല്ലേ? ഇന്നിപ്പോൾ പല ആളുകളും അവർ മുസ്ലിമീങ്ങളാണെന്ന് പറയാൻ പോലും നമുക്ക് പ്രയാസമാണ് അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രം കൊടുത്തിരുന്ന മക്കാ മുശ്രിക്കുകൾ പോലും എല്ലാവരെയും നിയന്ത്രിക്കുന്ന മുദബ്ബിർ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് പറയാൻ അവർക്ക് സാധിച്ച സമയത്ത് ഇന്ന് പല ആളുകളും മുദബ്ബിറുൽ ആലമായിട്ട് പറയുന്നത് ആരാ? പണ്ടെങ്ങോ മരിച്ചുപോയ, സ്വന്തം റൂഹ് തൊണ്ടക്കുഴിയിൽ നിന്ന് പോകുന്നത് നിയന്ത്രിക്കാൻ പറ്റാത്ത, അത് തദ്ബീർ ചെയ്യാൻ പറ്റാത്ത ഒരാളെയാണ് ലോകം മുഴുവൻ തദ്ബീർ ചെയ്യുന്ന ആളായിട്ട് എന്ത് ചെയ്യുന്നു ആളുകൾ വാഴ്ത്തുന്നത്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. അത് വളരെ അവിടെ നമ്മൾ അതെന്തുകൊണ്ടാണ് ഷിർക്കാവുന്നത്? എന്തുകൊണ്ടാണ് തദ്ബീർ ചെയ്യുക? മുദബ്ബിർ എന്നുള്ളത് ആരുടെ മാത്രം പ്രത്യേകതയാണ്? അള്ളാഹുവിന് മാത്രം പ്രത്യേകതയാണ്. ഒരിക്കലും മക്കാ മുശ്രിക്കുകൾ ലാത്തയാണ് അവരെ നിയന്ത്രിച്ചിരുന്ന് പറഞ്ഞിരുന്നില്ല, ഉസ്സയാണ് നിയന്ത്രിച്ച് ഒന്നും അവർ പറഞ്ഞിരുന്നില്ല. അവർക്ക് മഴ വർഷിപ്പിച്ചു കൊടുക്കുന്നു, ചെടികൾ മുളപ്പിക്കുന്നതും അവർക്ക് ഭക്ഷണം നൽകുന്നു, മരിപ്പിക്കുന്നു, ജീവിപ്പിക്കുന്നതൊക്കെ ഏതെങ്കിലും ഈ പറയുന്ന വിഗ്രഹങ്ങളോ ആരാധ്യ വസ്തുക്കളോ ആണെന്ന് അവർ പറഞ്ഞിരുന്നില്ല. മറിച്ച് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരുന്നു. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ മുശ്രിക്കുകളാണ് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഈ കൗമിന് എന്താ പറയാ? അതെങ്ങനെ ഷിർക്കാവാതിരിക്കാം? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമുള്ള പ്രത്യേകതയാണെന്ത്? എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവൻ മാത്രമാണ് എന്നുള്ളത്. എല്ലാം നിയന്ത്രിക്കുന്നത് അവൻ മാത്രമാണ്. അതുപോലെ തന്നെ അവന് മാത്രമുള്ള ചില പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന്, എവിടെ നിന്ന് വിളിച്ചാലും, എങ്ങനെ വിളിച്ചാലും, എപ്പോൾ വിളിച്ചാലും കേൾക്കുക, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നുള്ളത് ആരുടെ മാത്രം പ്രത്യേകതയാണ്? അള്ളാഹുവിന്. വേറെ ഒരാൾക്ക് ആ കഴിവില്ല, അള്ളാഹ് കൊടുത്തിട്ടില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഏറ്റവും ഉത്തമനായ സൃഷ്ടി ആരാ? സൃഷ്ടികളിൽ നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിന് മേൽ സ്വലാത്തും സലാമും ചൊല്ലാൻ അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹ് കൽപ്പിച്ചിട്ടുണ്ട്. ഈ സ്വലാത്ത് നമ്മൾ ഇവിടെ നിന്ന് ഇപ്പോൾ ചൊല്ലിയാൽ അതുപോലും റസൂലാണ്, അള്ളാഹുവിൻ്റെ റസൂലാണ്, ഏറ്റവും ഉത്തമനായ സൃഷ്ടി. ആ റസൂലിന് അത് കേൾക്കാൻ കഴിയൂല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ സലാം വർദ്ധിപ്പിച്ചാൽ, സ്വലാത്ത് വർദ്ധിപ്പിച്ചാൽ ആ സ്വലാത്തും സലാമും എൻ്റെ അടുക്കിലേക്ക് ചില മലക്കുകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്, അവരെത്തിച്ചു തരും. എന്തിനാ അവരെത്തിച്ചേരുന്നത്? റസൂലിനത് കേൾക്കാൻ കഴിയൂല, അള്ളാഹുവിൻ്റെ റസൂലാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കാൻ കഴിയൂല. പിന്നെയാണ് ബാക്കിയുള്ളവരുടെ അവസ്ഥ? ബാക്കിയുള്ളവരെങ്ങനെ കേൾക്കാം? അവർക്ക് ഒരിക്കലും കഴിയൂല. അള്ളാഹുവിന് മാത്രം പ്രത്യേകതയാണ്. അല്ലാഹു പറഞ്ഞു, ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമിഉ മസ്തജാബു ലക്കും. നീ അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവരൊരിക്കലും കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ ഒരു ഉത്തരം നൽകൂല എന്ന് മാത്രമല്ല, നേരത്തെ തിരിച്ചും പറഞ്ഞിട്ടുണ്ട്, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. എന്നെ വിളിച്ച് ദുആ ചെയ്യ്, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം എന്നുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു പ്രത്യേകത ആരുടെ മാത്രം പ്രത്യേകത? അള്ളാഹുവിന് മാത്രം പ്രത്യേകത. ഈ പ്രത്യേകത മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാലോ ഷിർക്കായി. അള്ളാഹുവിന് മാത്രമുള്ളൊരു കാര്യം മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ ആ ഷിർക്കായി. നിങ്ങൾ കേട്ടിട്ടില്ല, വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. മാലപ്പാട്ടിൽ വരികയാണ്. എവിടെ നിന്ന് ഏത് സ്ഥലത്തുനിന്ന് വിളിച്ചാലും, എന്നെ വിളിച്ചാൽ ആ വിളിക്കുന്നവൻ്റെ വായടയുന്നതിന് മുമ്പ് ഞാൻ എന്ത് ചെയ്യും? അവന് ഉത്തരം നൽകും എന്ന് മൊഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞതായി. മൊഹീദ്ദീൻ ഷെയ്ഖിനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ പേരിൽ മാലപ്പാട്ടുകാരൻ എഴുതുന്ന വരികയാണ്. മൊഹീദ്ദീൻ ഷെയ്ഖിനെ ഇങ്ങനെ സാധിക്കും എന്നൊരുത്തം വിശ്വസിച്ചാൽ മുശ്രിക്കാണ്. തൗഹീദുള്ളവനല്ല, മുശ്രിക്കായി. ശ്രദ്ധിക്കണം, ഇതൊക്കെ ഷിർക്കിൻ്റെ ഇനങ്ങളിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്താ പറയുക, പലതരത്തിൽ പല ജാതി ജ്യോത്സ്യന്മാരെന്ന് പേര് പറയില്ല,
തങ്ങന്മാർ, ബീവിമാരെന്നൊക്കെ പറയാം. പക്ഷെ അവരുടെ പണി എന്താ? നാളേക്കുള്ള ഇന്ന കച്ചവടം ഏത് ദിവസം തുടങ്ങണം, അതൊക്കെ നിശ്ചയിച്ചു കൊടുക്കാനാണ് പണി. എന്നിട്ട് ഈ വിവാഹം ചെയ്താൽ നല്ല രൂപത്തിൽ മുന്നോട്ട് പോകുമോ, ഇത് നിശ്ചയിച്ചു കൊടുക്കുന്ന മുസ്ലിം നാമധാരികളായിട്ടുള്ള പച്ച ജ്യോത്സ്യന്മാർ സമൂഹത്തിലുണ്ട്. ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ പെണ്ണിന് അല്ലെങ്കിൽ ആ ആണിന് ഗൈബ് അറിയാം, നാളെ നടക്കാൻ പോകുന്നത് അറിയാം എന്ന് വിശ്വസിച്ചാൽ മുശ്രിക്കാണ്. എന്താ കാരണം? ഗൈബ് അറിയുന്ന ആരുടെ മാത്രം പ്രത്യേകതയാണ്? അള്ളാഹുവിന് മാത്രം പ്രത്യേകല്ലേ. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ നീ പറയാ, ആകാശങ്ങളിലാവട്ടെ ഭൂമിയിലാവട്ടെ ഗൈബ് ആരല്ലാതെ അറിയുകയില്ല? അള്ളാഹു അല്ലാതെ ഒരാളും അറിയില്ല. അള്ളാഹുവിന് മാത്രം പ്രത്യേകതയാണ്. അത് മറ്റൊരാൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കായി. നമ്മൾ ആലോചിക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും, നിങ്ങൾക്കറിയില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹബീബത്തായ പ്രിയതമയായ ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ, നമ്മുടെ ഉമ്മ. ആ ഭാര്യയെപ്പറ്റി വ്യഭിചാര ആരോപണം, ചെറിയ വിഷയമല്ല, വ്യഭിചാര ആരോപണം ഉന്നയിക്കപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാകാതെ എത്ര ദിവസം വിഷമിക്കേണ്ടി വന്നു. ഏറ്റവും ഉത്തമനായ സൃഷ്ടിക്ക് പോലും ഏറ്റവും അടുത്ത ഒരാളുടെ വിഷയത്തിൽ കുറച്ചൊന്ന് മാറി നിൽക്കുമ്പോൾ നടന്ന കാര്യം അറിയില്ലെങ്കിൽ പിന്നെ ഈ തലയെക്കെട്ടുകാർക്ക് എങ്ങനെയാണ് നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അറിയാം? പല പേരുകളുണ്ട് അവർക്ക്, പല പേരുകൾ, ജിന്നുമാന്നോ പലതരത്തിലുള്ള പേരുകളുണ്ട്. അവരൊക്കെ ചെയ്യുന്ന ഈ പണിയാണ്, ജ്യോത്സ്യൻ്റെ പണിയാണ്. നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ, അത് കച്ചവടം ആയിക്കോട്ടെ, വിവാഹം ആയിക്കോട്ടെ, മറ്റുള്ള ഇടപാടുകളായിക്കോട്ടെ, അത് ഏത് ദിവസം തുടങ്ങണം, എപ്പോൾ തുടങ്ങിയാലും കച്ചവടം ലാഭകരമാവുക, എപ്പോൾ നടത്തിയ വിവാഹം നല്ല നിക്കാഹാവുക, ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത്തരം ആളുകളുടെ അടുക്കിലേക്ക് പോകുന്നത് ശിർക്കാണ്. അവർക്കങ്ങനെ അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിക്കുമെന്ന് വിശ്വസിക്കൽ ശിർക്കാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം പ്രത്യേകത. അതുപോലെ തന്നെ ജനിപ്പിക്കുക അല്ലെങ്കിൽ മരിപ്പിക്കുക, നമ്മുടെ തെറ്റുകൾ പുറത്തു തരിക, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുക, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള മിക്ക കാര്യങ്ങൾ ഇതൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം പ്രത്യേകത, മറ്റൊരാൾക്കും സാധിക്കുന്ന കാര്യങ്ങളല്ല. ഇതിലേതെങ്കിലും ഒരു കാര്യം അള്ളാഹുവിൻ്റെ മാത്രമായിട്ടുള്ളൊരു വിഷയം, അത് അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കെങ്കിലും ഏതെങ്കിലും ഒരാൾക്ക് അതിന് പറ്റും, അതിന് സാധിക്കുന്നു വിശ്വസിച്ചാൽ ശിർക്കായി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്? ഇബാദത്തുകൾ. ഉറങ്ങിപ്പോണ്ട് ഇബാദത്തിൻ്റെ ഇനങ്ങൾ. ഇബാദത്തുകൾ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രം, അവൻ്റെ മാത്രം അവകാശം. ഇബാദത്തുകൾ എല്ലാം അള്ളാഹു സുബ്ഹാനഹു, നമ്മളെപ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ പാരായണം ചെയ്യുന്ന കാര്യമാണ് എന്ത്? ഇയ്യാക നഅ്ബുദു. എന്ത് ഇയ്യാക നഅ്ബുദിൻ്റെ അർത്ഥം എന്താ? അതിലെവിടുന്ന് മാത്രം എന്നുള്ള അർത്ഥം എവിടെ നിന്ന് വന്ന് നമുക്കറിയോ? വലൈക്കും അസ്സലാം. അല്ലേ, നിങ്ങൾ എന്താ പറയുക, മറ്റ് പരിഭാഷകൾ കണ്ടിട്ടില്ലേ? നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതല്ലാതെ മറ്റ് പല സംഘടനകളുടെയും വിഭാഗങ്ങളുടെയും പരിഭാഷ അതിൽ മാത്രമില്ല. ഇല്ല. എന്തുകൊണ്ടാണ് മാത്രമില്ലാത്ത? ശരിക്കും മാത്രം എന്നുള്ള അർത്ഥം ഖുർആനിലുണ്ടോ? എവിടെ നിന്ന് മാത്രം വന്ന്? എവിടെ മാത്രം? ഏത് വാക്കിലെ മാത്രം എന്നുള്ള അർത്ഥമുള്ളത്? നഅ്ബുദു പറഞ്ഞാൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഇയ്യാക നിന്നെ എന്നുള്ള അർത്ഥമാണ്. നഅ്ബുദു ഞങ്ങൾ ആരാധിക്കുന്നു. ഇതിലെവിടെ മാത്രമുള്ളത്? ശ്രദ്ധിക്കണം, അറബി ഭാഷയിൽ ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു പക്ഷെ മാത്രം ഒഴിവാക്കിയിട്ട് ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു എന്ന് പറയാൻ എങ്ങനെ പറയാൻ? നഅ്ബുദുക എന്നേ പറയുള്ളൂ. ശ്രദ്ധിക്കണേ, അറബി ഭാഷയിൽ ഞങ്ങൾ നിന്നെ ഇബാദത്ത് ചെയ്യുന്നു എന്ന് പറയാൻ എന്തേ പറയുള്ളൂ? നഅ്ബുദുക എന്ന് വെച്ചാൽ നഅ്ബുദു കഴിഞ്ഞിട്ടാണ് എന്ത് വരിക? കാ വരിക. പക്ഷെ ഇവിടെ കാ എവിടെ ഉള്ളത്? നഅ്ബുദുവിൻ്റെ മുന്നിലാണ്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ, മുൻപിൽ വരേണ്ട ഒരു കാര്യം പിന്നിൽ വന്നാലോ പിന്നിൽ വരേണ്ട ഒരു കാര്യം മുന്നിൽ വന്നാലോ അറബി ഭാഷയിലെ ഒരു അടിസ്ഥാന കായികയാണെന്ത്? അവിടെ മാത്രം എന്നുള്ള അർത്ഥം വരും. അവിടെ മാത്രം എന്നുള്ള അർത്ഥം വരും. അപ്പം ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുള്ളൂ എന്ന് വെച്ചാൽ വേറൊരാളെയും ഞങ്ങൾ എന്ത് ചെയ്യില്ല? ഇബാദത്ത് ചെയ്യില്ല. ഇബാദത്ത് ചെയ്യില്ല. അപ്പോൾ ഇബാദത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാത്രം അവകാശം. എന്താണ് ഇബാദത്ത്?
ആരാധന എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യന് മനസ്സിലാവുന്നില്ല എന്തേ ആരാധന. അവനൊരു എപ്പോഴാണ് നമ്മുടെ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു കാര്യം ഇബാദത്താവും? എപ്പോഴാണ്? നീയത്തോടുകൂടി എന്ത് ചെയ്താൽ ഇബാദത്താവോ? അങ്ങനെയാണ് ഇപ്പൊ റസൂലിനെ അയക്കേണ്ട ആവശ്യമില്ലല്ലോ. ദുആ എന്തുകൊണ്ട് ഇബാദത്തായി? നിങ്ങൾ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും, നിങ്ങൾ വേറെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അയാൾക്ക് മനസ്സിലാവില്ല. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന വിശ്വാസം വിശ്വസിക്കുക, അവൻ ഇഷ്ടപ്പെടാത്ത വിശ്വാസം വിശ്വസിക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു ഇഷ്ടപ്പെടുന്ന സംസാരം സംസാരിക്കുക, അവൻ ഇഷ്ടപ്പെടാത്ത സംസാരം സംസാരിക്കാതിരിക്കുക. അള്ളാഹു സുബ്ഹാനഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുക, അവൻ ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാതിരിക്കുക. ഇതാണ് ഇബാദത്ത്. ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ മതി. അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ചെയ്യുക, ഇഷ്ടപ്പെടാത്ത ഒഴിവാക്കുക. എന്നുവെച്ചാൽ അള്ളാഹു ഒരു കാര്യം ഇഷ്ടപ്പെടുമ്പോഴും തൃപ്തിപ്പെടുമ്പോഴാണ് ആ പ്രവർത്തനം എന്താവുക? ഇബാദത്താവുക. അള്ളാഹു എന്ത് ഇഷ്ടപ്പെടുന്നു എന്നും പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ആരയച്ചത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ചത്. എങ്ങനെ? അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ചെയ്താൽ അവൻ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനം അത് മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ എന്തായി? അവിടെ അയാൾക്ക് ഇബാദത്ത് കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അള്ളാഹുവിന് മുന്നിൽ സുജൂദ് ചെയ്യുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമല്ലേ അല്ലേ? അപ്പോൾ ആ സുജൂദ് ചെയ്യൽ എന്താ? ഇബാദത്താണ്. എന്തുകൊണ്ടാണ്? ആ സുജൂദ് നമ്മൾ ചെയ്യുന്ന അള്ളാഹു ഇഷ്ടപ്പെടുന്നുണ്ട്, തൃപ്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അള്ളാഹു അല്ലാത്ത ഒരാൾ ഇപ്പോൾ ഖബറിന് മുന്നിൽ സുജൂദ് ചെയ്തല്ലോ, എന്തായി? ആ ഇബാദത്ത് അള്ളാഹു അല്ലാത്ത ഒരാൾ കൊടുത്തു. അപ്പം എന്തായി? ഷിർക്കായി. ഇപ്പോൾ ദുആ പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഇഷ്ടപ്പെടുന്നൊരു കാര്യമില്ല. അതുകൊണ്ട് ദുആ ഹുവൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ഇബാദത്ത് എന്ന് പറയാനുള്ള കാരണം അതാ. പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യമില്ല. അപ്പോൾ അള്ളാഹുവിനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അത് എന്തെങ്കിലും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എന്താ? പ്രാർത്ഥന ഇബാദത്താണ്. അപ്പം നമ്മൾ അള്ളാഹു അല്ലാത്ത ഒരാൾ വിളിച്ച് പ്രാർത്ഥിച്ചാലോ അയാളെ ഇബാദത്ത് ചെയ്തു, നമ്മൾ ഇബാദത്ത് ചെയ്തു. അള്ളാഹുവിന് നൽകിക്കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, അള്ളാഹുവിനോട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്കാണ് എന്തോ തൃപ്തിപ്പെടുന്ന കാര്യങ്ങൾക്കാണ് ഇബാദത്ത് എന്ന് പറയും. അത് മറ്റൊരാൾക്കും കൊടുത്തുകൂടാ. മറ്റൊരാൾക്ക് ആ നിലയ്ക്ക് അവരുടെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ആ പ്രവർത്തനം പ്രവർത്തിക്കുകയാണെങ്കിൽ അതും ഷിർക്കാവും. ഇത് റബ്ബിൻ്റെ മാത്രം അവകാശമാണ്. ഇബാദത്തുകൾ റബ്ബിൻ്റെ മാത്രം അവകാശമാണ്. ഇതൊക്കെ തൗഹീദിനെ പറ്റി വളരെ ചുരുക്കത്തിൽ, ഒരുപാട് വിഷയങ്ങളുണ്ട്, മസലകളുണ്ട്. വളരെ ചുരുക്കത്തിൽ ഒരു പൊതുവായിട്ടൊരു രൂപം, പിക്ചർ കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദാണ്. ഏറ്റവും ഒന്നാമത്തെ കാര്യം തൗഹീദാണ്. ഈ തൗഹീദ് നമ്മൾ ശരിയാക്കാത്തിടത്തോളം നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ശരിയാക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല. അതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഫലവും ഇല്ല. അത് ദീനിലും ഇല്ല, ദുനിയാവിലും ഇല്ല, ആഖിറത്തിലൊന്നും നമുക്കതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല. ശ്രദ്ധിക്കണം. ഇവിടെ നോക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സ്വഹാബത്തിന് അല്ലെങ്കിൽ മക്കയിൽ ദഅവത്ത് ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം ആ നാട്ടിലെ ആളുകൾ വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്, മദ്യപിക്കുന്ന ആളുകളുണ്ട്, മറ്റുള്ള വൃത്തികേടുകളൊക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും ആദ്യമായി അവിടെ ചെന്നിട്ട് പറയുന്നത് എന്താ? നിങ്ങൾ മദ്യപിക്കരുത് എന്നല്ല പറയും. അല്ലെങ്കിൽ എന്താ പറയുക, അവിടുത്തെ നല്ല ആളുകളൊക്കെ ചേർത്ത് ആദ്യം ഒരു പാർട്ടി രൂപീകരിക്കുകയല്ല ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ആദ്യം അവരോട് പറയുന്നത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വിജയിക്കാം. ഏറ്റവും ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിവിടെ ശ്രദ്ധിക്കുക, ഏറ്റവും ആദ്യത്തെ കാര്യം അതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഏറ്റവും അവസാന സന്ദർഭത്തിൽ മരിക്കാനായി കിടക്കുന്ന സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം വന്ന് മറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന അത്രയും പ്രയാസമുള്ള ഘട്ടത്തിലൊക്കെ കടന്നു പോയിട്ടുണ്ട് രോഗത്തിൽ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ, ഇടയ്ക്കൊരു സന്ദർഭത്തിൽ ബോധം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നെന്താ?
ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ, അള്ളാഹു സുബ്ഹാനഹു വ തആല ജൂത ക്രിസ്ത്യാനികളെ ശപിക്കട്ടെ, അവൻ്റെ റഹ്മത്തിൽ നിന്ന് അവരെ ദൂരേക്കാക്കട്ടെ. എന്താ കാരണം? ഇത്തഖദൂ ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരവരുടെ നബിമാരുടെ ഖബറിടങ്ങളെ ആരാധനാ കേന്ദ്രങ്ങളാക്കി, മസ്ജിദുകളാക്കി. മരിക്കുമ്പോഴും തൗഹീദ് തന്നെ. എന്നുവെച്ചാൽ നമുക്ക് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ള, നമ്മൾ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച് പറയേണ്ട, നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിൽ പഠിക്കേണ്ട വിഷയം തൗഹീദാണ്. തൗഹീദ് നമ്മൾ എത്രത്തോളം പഠിക്കുന്നുവോ അത്രത്തോളം നമുക്ക് എന്ത് ചെയ്യും? ഷിർക്കിനെ സംബന്ധിച്ചുള്ള പേടി വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നമുക്ക് പലപ്പോഴും പല ആളുകൾക്കും ഷിർക്കിനെ സംബന്ധിച്ചുള്ള പേടി ജീവിതത്തിൽ വന്നിട്ടേ ഉണ്ടാവില്ല. മറ്റെന്തെങ്കിലും ഹറാമുകൾ ചെയ്യുമോ എന്നുള്ള പേടി നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചേക്കുമോ എന്നുള്ള പേടി നമ്മുടെ ജീവിതത്തിൽ അധികം ആളുകൾക്ക് വന്നിട്ടുണ്ടാവില്ല. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തൗഹീദ് പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല. നമ്മളങ്ങനെ ചിന്തിക്കേണ്ട. നമ്മുടെ തൗഹീദ് കറകളഞ്ഞതായതുകൊണ്ടും കുറ്റമറ്റതായതുകൊണ്ടും അല്ല നമുക്ക് ആ പേടി വരാത്തത്. മറിച്ച് നമ്മുടെ തൗഹീദ് ഇനിയും പലതും പല വിഷയങ്ങളും ശരിയാക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. നമ്മളിനിയും കുറേ പഠിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ, നമുക്കറിയില്ല ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദിന് വേണ്ടി നടത്തിയ പ്രബോധനങ്ങളും അദ്ദേഹത്തിൻ്റെ വിഗ്രഹങ്ങളെ തകർക്കുന്നതും അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ആ ഇബ്രാഹിം അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദിൻ്റെ വിഷയത്തിൽ മാതൃകയായി നിശ്ചയിച്ചു കൊടുത്ത അതേ ഇബ്രാഹിം അലൈഹിസ്സലാം. ഈ ഇബ്രാഹിം അലൈഹിസ്സലാം ശ്രദ്ധിക്കണേ, മരിക്കുന്ന അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. എന്താണ് പ്രാർത്ഥന? റബ്ബി ജുനുബിനി വ ബനിയ അൻ നഅ്ബുദൽ അസ്നാം, റബ്ബേ എന്നെയും എൻ്റെ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് നീ അകറ്റി നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് ആരാ പ്രാർത്ഥിക്കുന്നത്? തൗഹീദിൻ്റെ ഇമാമ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുള്ളയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാം അങ്ങനെ പ്രാർത്ഥിക്കുന്നത് എന്തുകൊണ്ട്? അദ്ദേഹത്തിൻ്റെ തൗഹീദ് നമ്മളെക്കാൾ പോരായ്മ ഉള്ളതുകൊണ്ടാണ്, നമ്മുടെ അത്രയും തൗഹീദ് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ആണോ? അങ്ങനെ വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? അങ്ങനെ ആവാൻ സാധ്യത ഉണ്ടോ? ഇബ്രാഹിം അലൈഹിസ്സലാം തൗഹീദ് കുറ്റമറ്റതായതുകൊണ്ട്, അത് പെർഫെക്റ്റ് ആയതുകൊണ്ട്, ആഴത്തിൽ പഠിച്ചിട്ടുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഷിർക്കിനെ സംബന്ധിച്ചുള്ള പേടി ഹൃദയത്തിൽ കടന്നു വന്നു. നമ്മൾക്ക് ഈ തൗഹീദിനെ സംബന്ധിച്ച് വളരെ ചുരുക്കം ചില അറിവുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ ഷിർക്കിനെ സംബന്ധിച്ചുള്ള പേടി വരുന്നില്ല. പക്ഷെ എത്രത്തോളം നമ്മൾ തൗഹീദിനെ പറ്റി പഠിക്കുന്നോ അത്രത്തോളം ഷിർക്കിനെ സംബന്ധിച്ചുള്ള പേടി നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. നിങ്ങൾ എന്നെ ആലോചിച്ച് നോക്കിയാൽ മതി. എൻ്റെ ജീവിതത്തിൽ ഞാൻ എത്ര തവണ ഷിർക്കിനെ പറ്റി പേടിച്ചിട്ടുണ്ട്. മക്കളുടെ ഭാവിയെപ്പറ്റിയും അല്ലെങ്കിൽ മറ്റു പല ദുനിയായ വിഷയങ്ങളെ പറ്റിയൊക്കെ നമ്മൾ പേടിച്ചിട്ടുണ്ടാവും. പക്ഷെ ഷിർക്കിനെ പറ്റി, എൻ്റെ ജീവിതത്തിൽ ഷിർക്ക് കടന്നു വരുന്നതിനെ പറ്റി ഞാൻ എത്ര തവണ പേടിച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് നമ്മുടെ തൗഹീദിൻ്റെ നമ്മൾ എത്രത്തോളം ഇനി പഠിക്കാനുണ്ട്, കുറ്റമറ്റതാക്കാനുണ്ട് നമ്മൾക്ക് സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നൊരു കാര്യം, ഒരു അടയാളം ഷിർക്കിനെ സംബന്ധിച്ചുള്ള പേടി കുറയുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് നമ്മുടെ തൗഹീദ് എത്രത്തോളം കുറ്റമറ്റതായിട്ടുണ്ടെന്ന് പരിശോധിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ എത്രത്തോളം ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്നുണ്ട് എന്നുള്ളത്. നമ്മുടെ കുടുംബക്കാരിൽപ്പെട്ട, നാട്ടുകാരിൽപ്പെട്ട, പരിചയക്കാരിൽപ്പെട്ട എത്രയോ ആളുകൾ നമുക്കറിയാം, കൃത്യമായിട്ട് ഉറപ്പുണ്ട് അവർക്ക് തൗഹീദില്ല. അവരോട് നമുക്ക് അത്രയധികം ഇടപഴകുന്ന ബന്ധമുണ്ടാവും, വളരെ അടുത്ത ബന്ധവും നമുക്കുണ്ടാവും. പലപ്പോഴും നമുക്കത് പറഞ്ഞു കൊടുക്കാനുള്ള സാഹചര്യങ്ങളും കിട്ടാറുണ്ട്. പക്ഷേ നമ്മൾ ഇതുവരെയും ഒരാൾക്ക് പോലും തൗഹീദ് പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ തൗഹീദ് അത്രയും വീക്കാണ്, വളരെ പോരായ്മയിലാണ്. നമ്മുടെ തൗഹീദ് ശക്തിപ്പെടുക എപ്പോൾ മാത്രമാണ്? നമ്മൾ ആ തൗഹീദിലേക്ക് മറ്റുള്ള ആളുകളെ ക്ഷണിക്കുമ്പോൾ മാത്രം. നമുക്ക് ഒരാൾക്കെങ്കിലും നമ്മളെ കൊണ്ട് ഒരാൾ തൗഹീദിലേക്ക് കടന്നു വരണ്ട, അത് സ്വീകരിക്കാതിരുന്നൊക്കെ അതൊക്കെ നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള വിഷയമല്ല. പക്ഷെ നമ്മളിത് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്, എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. ഇത് നീ ഈ ചെയ്യുന്ന കാര്യം ഷിർക്കാ, നീ ഇതേ അവസ്ഥയിൽ തന്നെ മരണപ്പെട്ടു പോയാൽ നിനക്ക് സ്വർഗത്തിൽ ഒരിക്കലും പ്രവേശിക്കാൻ സാധിക്കൂല എന്നെങ്കിലും അവരോട് പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് പറഞ്ഞു കൊടുക്കാതിരിക്കുന്ന ഏതുപോലെയാണെന്നറിയോ? നമ്മുടെ മുന്നിൽ ഒരാൾ ഇങ്ങനെ നടന്ന് അയാളൊരു തീയുടെ കുണ്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, കണ്ണ് കാണാത്ത. നമ്മുടെ കുടുംബക്കാരനോ അല്ലെങ്കിൽ സ്വന്തം മകനോ അല്ലെങ്കിൽ മരുമകനോ ഭാര്യയോ ഏതെങ്കിലും ഒരാൾ, നമുക്കറിയുന്ന ഒരാൾ, അയാൾക്ക് കണ്ണ് കാണൂല, മുന്നിലൊരു വലിയ തീയുടെ കുഴിയുണ്ട്, അയാളിങ്ങനെ നടന്ന് പോകുന്ന ഈ കുഴിയിലേക്ക് നമ്മൾ കാണുന്നുണ്ട് അയാൾ നടന്നു പോകുന്നത്. നമ്മൾക്കൊന്ന് ഒച്ചത്തിൽ ശബ്ദം ഇട്ട് അയാൾ അവിടെ നിൽക്കും. ഒന്ന് വിളിച്ചു പറഞ്ഞാൽ ഹേ എന്നൊന്ന് ശബ്ദം ഉണ്ടാക്കിയാൽ അവിടെ നിൽക്കും അയാൾ. പക്ഷെ നമ്മളൊന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്കുക, എത്ര പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിനേക്കാളും അപകടമുള്ള വിഷയമാണ് എന്ത്? തൗഹീദിൻ്റെ വിഷയം. നമ്മുടെ കുടുംബക്കാരിൽ പലരെയും നമുക്കറിയാം, മറ്റു പല ജാറങ്ങൾക്കും മക്കബറകൾക്കും മറ്റു പല കാര്യങ്ങളായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എത്രയോ ആളുകൾ നമുക്കറിയാം. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും തൗഹീദ് മനസ്സിലാക്കിയ ആളുകളൊന്നും ആയിരിക്കില്ല, ആരുടെയും അങ്ങനെയുള്ള ആളുകൾ വളരെ അപൂർവം ഉണ്ടാവും. അല്ലെങ്കിൽ നാട്ടുകാർ, അയൽക്കാർ,
കൂട്ടുകാർ, ഇങ്ങനെയൊക്കെ നമ്മൾക്ക് വളരെയധികം അടുത്തിടപഴകുന്ന പരിചയമുള്ള എത്രയോ ആളുകൾ തൗഹീദ് ഇല്ലാത്തവരുണ്ടാവും. അവർക്കൊക്കെ തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അവർക്കൊക്കെ തൗഹീദ് പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നബി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, കുൽ ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പറയാൻ കൽപ്പിക്കുകയാണ്, ഹാദിഹി സബീൽ, ഇതാണ് എൻ്റെ മാർഗം, അദ്ഉ ഇലല്ലാഹ്, ഞാൻ അല്ലാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്, അലാ ബസീറത്തിൻ, ബസീറത്തോടുകൂടെ, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ, ഞാൻ മാത്രമല്ല അന വമൻ ഇത്തബഅനി, ശ്രദ്ധിക്കേണ്ട ഭാഗം, ഞാനും എന്നെ പിൻപറ്റിയവരും ഇങ്ങനെയാണ്, അറിവിൻ്റെ അടിസ്ഥാനത്തിൽ കൃത്യമായി അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും, അങ്ങനെ അവർ അള്ളാഹുലേക്ക് ക്ഷണിക്കും. ഞാനും എന്നെ പിൻപറ്റിയവരും അങ്ങനെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറയാൻ കൽപ്പിക്കാം. പക്ഷെ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശരിക്കും പിന്തുടർന്നവനാകുന്നത് എപ്പോൾ മാത്രമാണ്? നമ്മൾ അള്ളാഹുലേക്ക് ആളുകളെ ദഅവത്ത് ചെയ്യുമ്പോൾ മാത്രം. നമ്മൾ നമ്മുടെ കാര്യം മാത്രം, സ്വന്തം തടി മാത്രം, നഫ്സി അല്ലേ, അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏറ്റവും നല്ല രൂപത്തിൽ പിൻപറ്റിയവനാകുന്നില്ല. ഏറ്റവും മിനിമം നമ്മുടെ കുടുംബമെങ്കിലും, ഏറ്റവും മിനിമം അതിൻ്റെ വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിച്ച് നമ്മൾ കുറ്റക്കാരാവും. യാ അയ്യുഹല്ലദീന ആമനു ഖൂ അൻഫുസകും വഅഹ്ലീകും നാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെയും നിങ്ങളുടെ കുടുംബത്തെയും നരകത്തിൽ നിന്ന് സംരക്ഷിച്ചു കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു, നമ്മുടെ ഭാര്യയ്ക്ക് തൗഹീദ് അറിയില്ലെങ്കിൽ, നമ്മുടെ മക്കൾക്ക് തൗഹീദ് അറിയില്ലെങ്കിൽ നമ്മൾ ഉറപ്പാണ്. നമ്മൾ മാത്രം തൗഹീദ് മനസ്സിലാക്കി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അത് വേറെ വിഷയം, നമ്മൾ കുറ്റക്കാരാവുന്നില്ല. ഇപ്പോൾ നൂഹ് അലൈഹി ഇസ്ലാമിയുടെ മകൻ, ആ മകൻ ദീനിലേക്ക് വരാത്തതുകൊണ്ട് നൂഹ് അലൈഹി ഇസ്ലാം നരകക്കാരനാവുന്നില്ല. പക്ഷെ നമ്മൾക്കത് പറഞ്ഞു കൊടുക്കേണ്ട, എത്തിച്ചു കൊടുക്കേണ്ട, അതിനുള്ള സൗകര്യങ്ങൾ, പഠിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അത് നമ്മുടെ റബ്ബ് നമ്മളോട് എന്ത് ചെയ്യും? ആ വിഷയത്തിൽ ചോദിക്കുക തന്നെ ചെയ്യും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കുല്ലുക്കും റായിൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി. നിങ്ങൾ ഓരോരുത്തരും ഭരണകർത്താക്കളാണ്. ഓരോരുത്തരും ചില നിങ്ങളുടെ ഓരോരുത്തരുടെ കീഴിൽ ചില ഭരണീയരുണ്ട്, ഓരോരുത്തരുടെ കീഴിൽ. വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഅയ്യതിഹി, നിങ്ങളിൽ ഓരോരുത്തരും അവരവരുടെ ഭരണീയരെ പറ്റി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഉദാഹരണങ്ങൾ പറയാം. അതിൽ ആദ്യം പറയുന്നത് ഒരു കുടുംബനാഥൻ അവൻ്റെ കുടുംബത്തെ പറ്റി ചോദ്യം ചെയ്യപ്പെടും. വളരെ ഗൗരവമുള്ള വിഷയം. അപ്പം നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് തൗഹീദ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ടെങ്കിൽ അത് നമ്മളെ വളരെയധികം വിഷമിപ്പിക്കേണ്ട, പ്രയാസം ഉണ്ടാക്കേണ്ട, മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട ഒരു വിഷയം. നമ്മളവർക്ക് എങ്ങനെയെങ്കിലും ആ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം അതാണ് തൗഹീദിനെ പറ്റി അധികം ദീർഘിപ്പിക്കുന്നില്ല. അത് വേറൊന്നുമല്ല, അത്രയും ദീർഘിപ്പിക്കേണ്ടതില്ലാത്ത വിഷയമായതുകൊണ്ടല്ല, അതെപ്പോഴും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കേണ്ട ഒരു വിഷയമാണ്, ആവർത്തിച്ച് പഠിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ഉണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ പ്രത്യേകത എന്നുള്ളത്, നമ്മൾ നേരത്തെ പറഞ്ഞതാണെങ്കിൽ കൂടെ ആവർത്തിക്കാൻ അതിൻ്റെ പ്രാധാന്യം കൊണ്ട്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ മാ അന അലൈഹിൽ യൗമ വസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരു മാർഗത്തിലാണെന്ന് പറഞ്ഞ ആ മാർഗത്തിൽ ഒന്നും കൂട്ടാതെ ഒന്നും കുറയ്ക്കാതെ നമ്മളാൽ കഴിയുന്നതിന് പരമാവധി അതേ നിലപാടുകളിൽ, അതേ ആദർശത്തിൽ, അതേ വിശ്വാസത്തിൽ നമ്മളാകാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, ഫൈൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൗ. ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താ? സ്വഹാബത്തെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ, അവർ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വിശ്വസിക്കാത്ത അഹ്ലു കിതാബുകാരും മുശ്രിക്കീങ്ങളും ഒക്കെ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചാൽ അവർ ഹിദായത്തിലായി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞു തരും. പക്ഷെ നമ്മൾ ഹിദായത്തിലാകാൻ നമ്മുടെ വിശ്വാസം ആരുടെ വിശ്വാസം പോലാകണം? സ്വഹാബത്തിൻ്റെ വിശ്വാസം പോലാകണം. നമുക്ക് എത്ര പേർക്ക് നെഞ്ചിൽ കൈവച്ച് അള്ളാഹുവിനെ സാക്ഷിയാക്കി ഉറപ്പിച്ച് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും, എൻ്റെ വിശ്വാസം ദീനിൻ്റെ ഓരോ കാര്യങ്ങളിലും സ്വഹാബത്തിൻ്റേത് പോലെയാണ്? നമുക്ക് എത്ര പേർക്ക് പറയാൻ സാധിക്കും? എത്ര പേർക്ക് പറയാൻ സാധിക്കും? നമ്മളെ ഈമാനിൻ്റെ അളവല്ല കേട്ടോ ഞാൻ പറയുന്നത്, അത് നമുക്ക് സ്വഹാബത്തിന് എത്താൻ സാധിക്കൂല, അതല്ല ഞാൻ പറയുന്നത്. ഈമാനിൻ്റെ ആ ഒരു വലിയൊരു അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു അളവ്, അതിനെ പറ്റിയിട്ടല്ല സംസാരിക്കുക. മറിച്ച് അവർ ഓരോ കാര്യങ്ങളെപ്പറ്റി എങ്ങനെ വിശ്വസിച്ചു, അള്ളാഹുവിനെ പറ്റി അവരുടെ വിശ്വാസം എന്തായിരുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറ്റിയുള്ള വിശ്വാസം എന്തായിരുന്നു, അല്ലെങ്കിൽ ഖുർആനെ പറ്റി, പരലോകത്തെപ്പറ്റി, ഓരോ കാര്യങ്ങളെപ്പറ്റിയും അവരുടെ വിശ്വാസം ഇതേ വിശ്വാസം തന്നെയാണോ എനിക്കുള്ളത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹിദായത്തിലാണ്. എന്ന് വെച്ചാൽ അങ്ങനെ അല്ലെങ്കിലോ നമ്മൾ ഹിദായത്തിലല്ല. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഹിദായത്തിലല്ല, നമ്മൾ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന വഴിയിലല്ല, സിറാത്തുൽ മുസ്തഖീമിലല്ല, നമ്മൾ നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കുന്നവരായിട്ടില്ലാന്ന്. വളരെ ഗൗരവമുള്ള വിഷയം, പേടിക്കണം. പേടിച്ചാൽ മാത്രം പോരാ, പഠിക്കുകയുമാണ്.
എങ്ങനെയാണ് സ്വഹാബത്തിൻ്റെ വിശ്വാസം? ഉദാഹരണം മനസ്സിലാൻ വേണ്ടി 1-2 കാര്യങ്ങൾ പറയാം. അള്ളാഹു എവിടെയാണ് മോനെ? അള്ളാഹു എവിടെയാണ്? അള്ളാഹു എവിടെയാണ്? അവിടെ അള്ളാഹു എവിടെ? അവിടെ അള്ളാഹു എവിടെയാണ്? അള്ളാഹു എല്ലാത്തിനും മുകളിലാണ്. നമ്മളെപ്പോഴും കേൾക്കാറുള്ള സൂറത്തുൽ അഅല, സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല. അഅല എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും മുകളിലായത്. അവനേക്കാൾ മുകളിൽ ഒന്നുമില്ല. അവനേക്കാൾ മുകളിൽ അള്ളാഹുവിൻ്റെ നാമങ്ങളിൽപ്പെട്ടൊരു നാമമാണ് എന്ത്? അള്ളാഹിർ. ലാഹിർ എന്ന് പറഞ്ഞാൽ ലൈസ ഫൗഖഹു ഷൈ. ഹദീസിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിക്കുകയാണ്. ലാഹിർ എന്ന് വെച്ചാൽ ആരുടെ മുകളിലാണോ ഒന്നുമില്ലാത്തത് അവനാണ് ലാഹിർ. എല്ലാത്തിനും മുകളിൽ, അർശിനും കുർസിനും 7 ആകാശങ്ങൾക്കും എല്ലാത്തിനും മുകളിൽ. അവന് മുകളിൽ ഒന്നുമില്ല. അള്ളാഹു എല്ലാത്തിനും ഉപരിയിലാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ചെറിയൊരു പെൺകുട്ടിയോട്, ചെറിയൊരു കുട്ടിയാണ്, അടിമ സ്ത്രീയാണ്, അവരോട് ഐന അല്ലാഹ് എന്ന് ചോദിക്കുമ്പോൾ ആ കുട്ടി എന്താ പറയുന്നത്? ഫിസ് സമാ, ഉപരിയിലാണ്, എല്ലാത്തിനും മുകളിലാണ്, എല്ലാത്തിനും മുകളിലാണ്. ഇന്ന് നമ്മളൊന്ന് ഇറങ്ങിയിട്ടൊന്ന് ചോദിച്ചു, ഒരു സർവേ പോലെ കുടുംബക്കാർക്കിടയിൽ ഐന അല്ലാഹ് എന്ന് ചോദിച്ചു നോക്കേ, പലരും കൈമലർത്തും, പലർക്കും അറിയില്ല അത്. അള്ളാഹു എവിടെയാന്ന് അവർക്കറിയില്ല. ചിലരിങ്ങനെ പറയും, എന്താ പറയാ, എല്ലാവിടെയും ഉണ്ടെന്ന് പറയും. അള്ളാഹു എവിടെ? എല്ലാവിടെയും ഉണ്ട് അല്ലേ? മണ്ണിലും മുന്നിലും തൂണിലും തുരുമ്പിലും എന്നൊക്കെ പറയും. മണ്ണിലും മുന്നിലൊക്കെ ഉണ്ട് അള്ളാഹ് അല്ലേ? സർവ്വവ്യാപിയായ തേജസ് എന്തൊക്കെയൊക്കെയോ പറഞ്ഞിട്ട് ആൾക്കാർ കേൾക്കുന്നതിന് മനസ്സിലാവില്ല, പറയുന്നതിന് മനസ്സിലാവില്ല. എങ്ങനെ? ആ, അള്ളാഹ് എല്ലാവിടെയും ഇല്ല. അള്ളാഹു എല്ലാത്തിനും ഉപരിയിലാണ്, എല്ലാത്തിനും ഉപരിയിലാണ് അള്ളാഹു. പക്ഷെ അവൻ്റെ അറിവ് കൊണ്ട് എല്ലാവിടെയും ഉള്ളതുപോലെയാണ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഒരാൾ അറിയുന്നതിനേക്കാൾ നന്നായിട്ട് എന്തറിയും? അള്ളാഹു സുബ്ഹാനഹു നമ്മളറിയും. പക്ഷെ അള്ളാഹു ഉള്ളത് എവിടെയാണ്? 7 ആകാശങ്ങൾക്ക് ഉപരിയിലാണ്. എല്ലാത്തിനും, എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും മുകളിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. അതുപോലെ തന്നെ സ്വഹാബത്തിൻ്റെ ഞാൻ മനസ്സിലാവേണ്ട ഉദാഹരണങ്ങളായിട്ട് പറയണം, കുറേ വിഷയങ്ങളുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ചില ആൾക്കാർ പറയാറുണ്ട്, ഇപ്പോൾ എന്താ പറയുക, CM മടവൂരിനെ പറ്റിയിട്ട് അവരുടെ മുരീദന്മാർ എന്നുവെച്ചാൽ നമ്മൾ പറയുന്ന കുറ്റങ്ങളായിട്ടല്ല, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി ആക്ഷേപിച്ചിട്ട് പറയുന്ന ആക്ഷേപകരുടെ വാക്കൊന്നുമില്ല. അവരുടെ മുരീദന്മാർ, ശിഷ്യന്മാർ, അവർ സ്വയം എന്താ പറയുക അംഗീകരിച്ച ഗ്രന്ഥങ്ങളിൽ, പുസ്തകങ്ങളിൽ അവർ പബ്ലിഷ് ചെയ്ത കാര്യമാണ് എന്ത്? ഞങ്ങളുടെ ഷെയ്ഖുന റമദാനിൽ നോമ്പെടുക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, നോമ്പെടുക്കുന്നവരെന്ത് ചെയ്യാറുണ്ട്? നോമ്പ് മുറിപ്പിക്കുകയും ചെയ്യാറുണ്ട്. അതവർ പോരിശയായിട്ട് പറയും, മദ്ഹായിട്ട് പറയാം. എന്തങ്ങനെ മദ്ഹായിട്ട് പറയുന്നതിന് അർത്ഥം എന്താ? അതിന് പിന്നിലുള്ള വിശ്വാസം എന്താ അറിയോ നിങ്ങൾക്ക്? ഞങ്ങളുടെ ഷെയ്ഖ് വലിയാണ്, ഞങ്ങളുടെ ഷെയ്ഖ് വലിയാണ്. വലിയ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ ആവശ്യമില്ല? അവർക്ക് പിന്നെ ഈ ദീനിനെ പിൻപറ്റേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? അവർക്ക് പിൻപറ്റേണ്ട ആവശ്യമില്ല. അവർക്ക് പിന്നെ ഹറാമുകൾ ഹറാമല്ല, വാജിബുകൾ വാജിബല്ല. അവർക്ക് വേറെ തന്നെ ഒരു ദീനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വഹാബത്തിൻ്റെ അടുക്കൽ ഇങ്ങനെ വിശ്വസിക്കുന്നവൻ കാഫിറാണ്, മുസ്ലിമല്ല. അങ്ങനെ ഒരാൾ വിശ്വസിച്ചാൽ സ്വഹാബത്തിൻ്റെ അടുക്കൽ അവൻ കാഫിറാണ്, അവൻ മുസ്ലിമല്ല. നമ്മൾ ശ്രദ്ധിക്കണം, നോമ്പെടുക്കാത്തവൻ്റെ വിഷയമല്ല ഞാൻ പറയുന്നത്. നമ്മൾ വിശ്വസിക്കുകയാണ് അയാൾക്ക് അങ്ങനെ നോമ്പെടുക്കാതിരിക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ചാൽ നമ്മൾ ദീനിന്ന് പുറത്തു പോകും. അത്രയും ഗൗരവമുള്ള വിഷയമാണ്, അത്രയും ഗൗരവമുള്ള വിഷയമാണ് അല്ലേ? പല ആൾക്കാരും നിസ്കരിക്കാൻ പള്ളിക്ക് വരില്ല. എന്താ നിസ്കരിക്കാത്ത? ഞാൻ കാബയിൽ പോയി നിസ്കരിക്കുന്നുണ്ടെന്ന് പറയാം. അങ്ങനത്തെയൊക്കെ ആളുകൾ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള വിശ്വാസങ്ങൾ സ്വഹാബത്തിനടുക്കൽ ദീനെന്ന് പുറത്തു പോകുന്ന, അവനെ മുസ്ലിം അല്ലാതാക്കുന്ന വിശ്വാസങ്ങൾ. അത് പ്രവർത്തിക്കുന്ന ആൾ മാത്രമല്ല, അയാൾക്ക് അങ്ങനെ പറ്റുമെന്ന് വിശ്വസിക്കുന്നവനും ദീനെന്ന് പുറത്തു പോകും. അവർ തെളിവ് പറയുന്നതാ, മൂസ അലൈഹി സ്വലാം ഖിദർ അലൈഹി സ്വലാമിൻ്റെ അടുക്കലേക്ക് പോയപ്പോൾ മൂസ അലൈഹി സ്വലാമെ പിൻപറ്റിയിട്ടല്ല ആര് ജീവിച്ചത്? ഖിദർ അലൈഹി സ്വലാം ജീവിച്ചത് എന്നാണ് പറയുക. അത് ശരിയായ തെളിവാണോ? അങ്ങനെ ജീവിച്ചിട്ടുണ്ട്. പക്ഷെ ആ തെളിവിൽ എന്താ പ്രശ്നം? എന്താ? മൂസാ നബിനെ ബാറക്കല്ലാഹ്, മൂസാ നബിനെ അള്ളാഹു ആരിലേക്ക് അയച്ചത്? ബനൂ ഇസ്രായേലുകാരിലേക്ക് മാത്രം. ശ്രദ്ധിക്കണേ, മൂസ അലൈഹി സ്വലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല ബനൂ ഇസ്രായേലുകാരിലേക്ക് മാത്രം അയച്ച റസൂലാണ് ആര്? മൂസ അലൈഹി സ്വലാം. അതും അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രം, അദ്ദേഹം മരിക്കുന്നത് വരേക്കും മാത്രം. എന്നാൽ നമ്മുടെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമെ അറബികളിലേക്ക് മാത്രമായിട്ട് അയച്ചാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയക്കപ്പെട്ട അന്നു മുതൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ഓരോരുത്തരിലേക്കും, അത് മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട എല്ലാ ആളുകളിലേക്കും, ഒരാളെന്നൊഴിവല്ല.
എന്നുവെച്ചാൽ നേരെ തിരിച്ചു പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ അദ്ദേഹത്തെ പിൻപറ്റാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കൂല. എപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ട് കഴിഞ്ഞാൽ. അത് എല്ലാ നബിമാർക്കും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ് അല്ലേ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു, ശ്രദ്ധിക്കണം, ബുഖാരിയിലുള്ള സംഭവം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിൻ്റെ ചില കലർപ്പില്ലാത്ത ഏടുകൾ എവിടെ നിന്നോ കിട്ടിയപ്പോൾ സന്തോഷത്തോടെ ഓടി വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്നിധിയിൽ വന്നിട്ട് വായിക്കാൻ ആരംഭിക്കാം. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായിച്ചോ, തൗറാത്തല്ലേ, മൂസാ നബിൻ്റെ കിതാബല്ലേ, കലർപ്പില്ലാത്തതല്ലേ, വായിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദേഷ്യം കൊണ്ട് അങ്ങേയറ്റം ചുവക്കണം. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തെ ദേഷ്യം കണ്ടിട്ട് ഉമർ ബിൻ ഖത്താബ് വായിക്കാൻ നിർത്തി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുക, ശക്തമായ രൂപത്തിൽ ആക്ഷേപിക്കുക. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കെന്താണെന്നറിയോ? ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ ഇപ്പെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റാതെ മൂസാക്ക് വേറെ നിവർത്തി ഉണ്ടാവുമായിരുന്നില്ല. അത് ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആരായിക്കോട്ടെ, നബി ആയിക്കോട്ടെ, റസൂൽ ആയിക്കോട്ടെ, വലിയ ആയിക്കോട്ടെ, ആരാണെങ്കിലും അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയാലല്ലാതെ സ്വർഗത്ത് പോകാൻ പറ്റൂല. അള്ളാഹുവിൻ്റെ നിയമമാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മത്തി യഹൂദിയുൻ വലാ നസ്റാനിയ്യ സുമ്മ ലം യുഅ്മിൻ ബില്ലദീ ഉർസിൽതു ബിഹി ഇല്ലാ കാന മിൻ അസ്ഹാബിൻ നാർ. ഈ ഉമ്മത്തിൽ, ഖുർആനിൻ്റെ ഈ ഖിയാമത്ത് നാൾ വരെയുള്ള ഈ സമൂഹത്തിൽ ഒരാളും എന്നെപ്പറ്റി കേൾക്കുകയും എന്നിട്ട് ഞാൻ എന്തുകൊണ്ട് അയക്കപ്പെട്ടുവോ അതിൽ വിശ്വസിക്കാതിരുന്നിട്ടില്ല, അത് ജൂതനായിക്കോട്ടെ നസ്രാണി ആയിക്കോട്ടെ, അവൻ നരകക്കാരനാവാതിരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം, ആരാണെങ്കിലും. അതുകൊണ്ടല്ലേ അവസാന കാലത്ത് മസീഹു ദജ്ജാലിനെ കൊല്ലാൻ ആരാ വരിക? ഏത് ഈസ? ഇഞ്ചിയിൽ കിട്ടിയ അതേ ഈസബിന് പറയും അലൈഹിസ്സലാം. അതേ ഈസാ നബി തന്നെ ഇറങ്ങി വരുമ്പോൾ ആ ഈസാ നബി ഇഞ്ചിയിലനുസരിച്ചിട്ട് ജീവിക്കുക. എന്തുകൊണ്ടാ? അങ്ങനെ അല്ലാതെ പറ്റൂല. അത് അള്ളാഹുവിൻ്റെ നിയമമാണ്. ഈസാ നബിക്ക് പോലും അതിൽ ഒഴിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ വേറെ ആൾക്ക് ഒഴിവുണ്ടാവുക? അപ്പം അത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിയമമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമമാണ്. അപ്പം ഇത് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ചിലർ പറയാറുണ്ട്, അവൻ ആ മതത്തിലായിക്കോട്ടെ ഈ മതത്തിലായിക്കോട്ടെ എല്ലാം ഒരു പുഴകൾ ഇങ്ങനെ ചേർന്നൊരു കടലിലേക്ക് എത്തുന്നത് പോലെ എല്ലാം സൃഷ്ടാവിനെ തൃപ്തിപ്പെടുത്താനുള്ള ഓരോ മാർഗങ്ങളാണ് ഓരോ മതങ്ങളും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. മുസ്ലിമീങ്ങളിൽ ഇസ്ലാമിൻ്റെ വേദികൾ പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. സർവമത സത്യവാദം. അത് ശരിയാണോ? അല്ല, എല്ലാ മതങ്ങളും ശരിയല്ല എന്ന് നേരത്തെ പറഞ്ഞു. ഹാദീസിൽ പറഞ്ഞു, ജൂത നസ്രാക്കളെ പറ്റിയിട്ടാണ് നബി ഹദീസിൽ പറഞ്ഞത്. അവർ പോലും ഒഴിവല്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ളവരെങ്ങനെ ഒഴിവാകുക? മൂസാ നബിൻ്റെ ഉമ്മത്ത്, ഈസാ നബിൻ്റെ ഉമ്മത്തിന് അതിൽ ഒഴിവില്ലെങ്കിൽ പിന്നെ ബാക്കിയുള്ള ആളുകൾ, വേദം കിട്ടിയിട്ടുള്ളവരോ ഇല്ലാത്തവരായിട്ടുള്ള ആളുകൾ, അവർക്കെങ്ങനെ അതിൽ ഒഴിവുണ്ടാവും? ഒരാളും ഒഴിവല്ല. അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയാലേ, അനുസരിച്ചാലേ മതിയാവുള്ളൂ. ആണ് അള്ളാഹു പറഞ്ഞു, വൈൻ തുതീഉഹു തഹ്തദൂ. നിങ്ങൾ ആ റസൂലിനെ പിൻപറ്റിയാൽ, അനുസരിച്ചാൽ നിങ്ങൾ ഹിദായത്തിലാവും, നിങ്ങൾ സിറാത്തുൽ മുസ്തഖീമിലാവും, അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തുന്ന മാർഗത്തിലാവും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടും, സ്വർഗത്തിൽ പ്രവേശിക്കും. ആ റസൂലിനെ പിൻപറ്റിയാൽ മാത്രം. ഇതൊക്കെ ഞാൻ അത് ഉദാഹരണമായിട്ട് മാത്രം പറയുന്ന വിഷയങ്ങളാണ്. ഇതുപോലെ ഒരുപാട് അടിസ്ഥാനങ്ങൾ സ്വഹാബത്തിൻ്റെ വിശ്വാസത്തിനുണ്ട്. ആ വിശ്വാസങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആ നിലപാടുകളിലേക്ക് നമ്മൾ ആയി മാറണം. ആ നിലപാടുകളിലേക്ക് നമ്മൾ ആയി മാറണം. അത് നമ്മൾ പഠിക്കണം. ഓരോ വിഷയങ്ങളും എങ്ങനെയാണ് അവരുടെ നിലപാടുകൾ ഓരോ കാര്യത്തിലും. ഇപ്പോൾ ഖുർആൻ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണോ? കലാം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സംസാരം. അള്ളാഹു സംസാരിക്കുമോ? അള്ളാഹു സംസാരിക്കുമോ? വയബ്ഖാ വജ്ഹു റബ്ബിക. അള്ളാഹുവിൻ്റെ വജ്ഹ് ബാക്കി. അള്ളാഹുവിന് വജ്ഹ്, മുഖം. അള്ളാഹുവിന് മുഖമുണ്ടോ? ബൽ യദാഹു മബ്സൂത്തത്താൻ. അവൻ്റെ രണ്ട് കൈകൾ വിരിക്കപ്പെട്ടതാണ്. അള്ളാഹുവിന് കൈയുണ്ടോ? ഉണ്ടോ? വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണത്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി അള്ളാഹു ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെ തന്നെ വിശ്വസിക്കണം. അള്ളാഹു ഒന്നാം ആകാശത്തേക്ക് എല്ലാ ദിവസവും അവസാനത്തെ 1/3 ഇറങ്ങുന്നുണ്ട് എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇറങ്ങും തന്നെ വിശ്വസിക്കണം. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും മറ്റുള്ള സൃഷ്ടികളുടേതുപോലെ താരതമ്യം ചെയ്യരുത്. ഇറങ്ങുമെന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും ഒരാൾ ഇറങ്ങുന്നതോ
മറ്റെന്തെങ്കിലും സൃഷ്ടികൾ ഇറങ്ങുന്നത് പോലെയോ എന്നൊന്നും നമ്മൾ എന്ത് ചെയ്യരുത്, ചിന്തിക്കരുത്. എന്തുകൊണ്ടാണ്? നമ്മളെപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പറയാറുണ്ട്, എന്താ? വലം യകുൻ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ ഒന്നുമില്ല, അവന് സമനായിട്ട് എന്തില്ല, ആരുമില്ല. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ അവൻ്റെ സംസാരത്തിന് സമമായിട്ട് ആരെങ്കിലും സംസാരം ഉണ്ടാവും? ഇല്ല. ആരുടെയും സംസാരം പോലല്ല അവരുടെ സംസാരം, ആരുടെയും കൈ പോലല്ല അവൻ്റെ കൈ. പക്ഷെ അവന് കൈ ഉണ്ടെന്ന് പഠിപ്പിച്ചെന്നാൽ കൈ ഉണ്ടെന്ന് തന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അവൻ സംസാരിക്കുന്ന പഠിപ്പിച്ചെന്നാൽ അവൻ സംസാരിക്കുന്നതന്നെ വിശ്വസിക്കണം. അപ്പം ഇങ്ങനെ ഓരോ പോയിന്റുകൾ ഞാൻ എല്ലാം പറയാൻ നമുക്ക് സമയമില്ല, പ്രാക്ടിക്കലല്ല, അതുകൊണ്ട് പ്രധാനപ്പെട്ടത് പറയാം. ഇങ്ങനെ നമ്മൾ ഓരോ മേഖലകളിലും സ്വഹാബത്തിൻ്റെ വിശ്വാസം, അവരുടെ നിലപാടുകൾ അത് നമ്മൾ അന്വേഷിച്ച് പഠിക്കുകയും അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടത്. അത് വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല കേട്ടോ, വിശ്വാസ കാര്യങ്ങളിൽ മാത്രമല്ല, അത് ചിലപ്പോൾ വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ പോലും വരാം. വസ്ത്രധാരണത്തിൻ്റെ വിഷയത്തിൽ പോലും വരാം. ഉദാഹരണത്തിന് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയാണ്, ഞങ്ങൾ ഈ എന്താ പറയുക, നേരത്തെ പറഞ്ഞ ഈ വ്യഭിചാര ആരോപണത്തിൻ്റെ സംഭവം, ഈ സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ മരച്ചോട്ടിൽ കിടന്ന് ഉറങ്ങിപ്പോയ സന്ദർഭത്തിൽ പിന്നാലെ വന്ന സുഫ്വാൻ റളിയല്ലാഹു അൻഹു സ്വഹാബി, അദ്ദേഹം ഇവരെ കണ്ട് അറിയാതെ പെട്ടെന്ന് ആയിഷയാണെന്ന് മനസ്സിലായപ്പോൾ ബേജാറുകൊണ്ട് ഉറക്കല ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. ഈ ശബ്ദം കേട്ടിട്ടാണ് ആയിഷ റളിയല്ലാഹു അൻഹ ഉണരുന്നത്. അപ്പോൾ ആയിഷ ഉണർന്നപ്പോൾ സുഫ്വാൻ അവിടെ ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ ഉടനെ ആയിഷ എന്താ ചെയ്തത്? മുഖം മറച്ചു. ആയിഷ എന്താ ചെയ്തത്? മുഖം മറച്ചു. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യമാർക്ക് മാത്രമുള്ളതാണോ? അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ അസ്മാ റളിയല്ലാഹു അൻഹയും മറ്റൊരുപാട് സ്വഹാബി വനിതകളുടെ സംഘം അവർ ഹജ്ജ് ചെയ്ത്, അവർ പറയണം, ഞങ്ങൾ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കെ, തവാഫ് ചെയ്തുകൊണ്ടിരിക്കെ മറ്റേതെങ്കിലും അന്യപുരുഷന്മാർ അവിടേക്ക് വന്ന് അടുത്തെത്തുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഞങ്ങൾ ഞങ്ങളുടെ തലമക്കൻ എന്ത് ചെയ്യും? മുഖത്തേക്ക് താഴ്ത്തിയിടും. ശ്രദ്ധിക്കണം. തലമക്കൻ എന്തിനും മുഖം നിക്കാബ് കെട്ടാത്ത എന്തുകൊണ്ടാ? ഈ ഹറാമിൽ നിക്കാബ് ധരിക്കാൻ പാടില്ല. പക്ഷേ അന്യപുരുഷന്മാർ അവിടെ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? തലമക്കനെ മുഖത്തേക്ക് താഴ്ത്തിയില്ല. എന്തുകൊണ്ടാണ്? നിങ്ങൾ പറയും. സ്വഹാബി വനിതകൾ അങ്ങനെയാണ്. സ്വഹാബി വനിതകളിൽ മുഖം മറയ്ക്കാത്തവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല, അടിമ സ്ത്രീകൾ ഒഴിച്ച്. അടിമ സ്ത്രീകളല്ലാത്ത എല്ലാ സ്വഹാബി വനിതകളും മുഖം മറച്ചിരുന്നു. പ്രായപൂർത്തിയെത്തിയ ഒരു സ്വഹാബി വനിത പോലും മുഖം മറയ്ക്കാത്തവരുണ്ടായിരുന്നില്ല. അത് സ്വഹാബത്തിൻ്റെ നിലപാടാണ്. സ്വഹാബത്തിൻ്റെ നിലപാടാണത്. നമ്മൾ ശ്രദ്ധിക്കണം. സ്വഹാബത്തിൻ്റെ നിലപാടെന്ന് പറയുന്നത് ഒരിക്കലും വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല, സ്വഭാവ മര്യാദകൾ, ഒരുപാട് വിഷയങ്ങളുണ്ട്, ഒരുപാട് മേഖലകളിലുണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കുകയും കൃത്യമായി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രദ്ധിക്കുകയുമാണ്. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ റോമാ ചക്രവർത്തിയുടെ 2 ഭടന്മാർ വന്നപ്പോൾ ശ്രദ്ധിക്കണം. 2 ഭടന്മാർ, അവർ മീശ അങ്ങനെ പിരിച്ചു വെച്ചിട്ട് താടിയില്ല, ക്ലീൻ ഷേവാ, നല്ല മീശയൊക്കെയുണ്ട്, കൊമ്പ് മീശയൊക്കെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല. അവരുടെ രൂപം കണ്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവരുടെ മുഖത്തേക്ക് നോക്കാൻ സാധിക്കുന്നില്ല. എന്താണ് ഇത്? എന്ത് വൃത്തികെട്ട രൂപമാണ്, നിങ്ങളോട് ഇത് ആരെ ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ചോദിക്കുന്നത് വന്നിട്ടുണ്ട്, സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയധികം വെറുത്തിരുന്ന ഒരു കാര്യമാണ് എന്ത്? താടി വടിക്കുക എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ വിശ്വാസത്തിൽ മാത്രമല്ല, ഓരോ മേഖലകളിലും നമ്മൾ സ്വഹാബത്തിൻ്റെ നിലപാടുകൾ സ്വീകരിക്കാമെന്ന് നമുക്ക് നിർബന്ധമാണ്. അപ്പോഴേ നമ്മൾ സിറാത്തുൽ മുസ്തഖീമിലാവുന്നുള്ളൂ. അത് നമ്മൾ പഠിക്കാതെ നമുക്ക് സാധിക്കൂല. അത് പഠിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ ഓരോ വിഷയത്തിലും, ഇപ്പോൾ വീട്ടിൽ ഭാര്യമാരുള്ള പെരുമാറ്റം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ നിങ്ങളുടെ നാട്ടുകാരുടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളെന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഭാര്യമാരുടെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളെന്നാണ്. അല്ലേ? നമ്മളൊക്കെ എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വളരെ നല്ല പെരുമാറ്റം, വളരെ നമ്മുടെ അത്രയും നല്ല പെരുമാറുന്ന ആരും ഉണ്ടാവില്ല നാട്ടിൽ. അല്ലേ? തേനൂറുന്ന തേൻ പോലത്തെ പെരുമാറ്റമായിരിക്കും. എന്നാൽ വീട്ടിനകത്ത് കയറിയാലോ അടുപ്പിക്കാൻ അല്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു, വഫിൽ ഖാരിജി അസലുൻ വഫി ദാഖിലി ബസൽ എന്ന് പറയാം. പുറത്ത് തേനും ഉള്ളിൽ ഉള്ളി പോലെയാണ്. ഉള്ളിനെ അടുപ്പിക്കാൻ പറ്റാത്ത പോലത്തെ പെരുമാറ്റമാണ് ഇവൻ്റെ വീട്ടിനകത്തുള്ള പെരുമാറ്റം. അവൻ വളരെയധികം എന്താ പറയുക, നമ്മുടെ ഏറ്റവും നല്ല പെരുമാറ്റത്തിന് അർഹരായിട്ടുള്ളത് നമ്മുടെ ഏറ്റവും അടുത്തുള്ള ആളുകളാണ്. നമ്മുടെ ഉമ്മയായിക്കോട്ടെ, ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടവർ. ഇങ്ങനെ ഓരോ മേഖലകളും, വിശ്വാസ കാര്യങ്ങളാണെങ്കിലും, നമ്മുടെ വസ്ത്രധാരണം, മറ്റുള്ള കാര്യങ്ങൾ, പെരുമാറ്റ സ്വഭാവം, മര്യാദ, ഇങ്ങനെ എല്ലാ വിഷയത്തിലും സ്വഹാബത്തിൻ്റെ കൃത്യമായ നിലപാടുകൾ ദീനിൽ കാണാൻ സാധിക്കും. അത് ഓരോന്നും പഠിക്കുകയും നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്.
പിന്നെ ഒരു കാര്യം അതുപോലെ തന്നെ ശ്രദ്ധിക്കണം, അവസാനിപ്പിക്കാം. 1-2 പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്ന, അറിയിച്ചു തന്ന, നമ്മൾക്ക് മറ്റ് വഴികളിലൂടെ ശാസ്ത്രീയമായിട്ടോ മറ്റെന്തെങ്കിലും വഴികളിലൂടെ കണ്ടെത്താനോ മനസ്സിലാക്കാനോ പരിശോധിക്കാനോ സാധിക്കാത്ത കാര്യങ്ങളും അവർ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചാൽ, പഠിപ്പിച്ചു തന്നാൽ അവരത് വിശ്വസിക്കും, സത്യപ്പെടുത്തുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം നമ്മൾക്ക് അറിയിച്ചു തന്നാൽ അത് ചിലപ്പോൾ കഴിഞ്ഞുപോയ നൂറ്റാണ്ടുകൾ മുമ്പുള്ളൊരു കാര്യമായിരിക്കാം, അല്ലെങ്കിൽ വരാൻ പോകുന്ന ലോകാവസാനമോ അല്ലെങ്കിൽ സ്വർഗ്ഗനരങ്ങളെ ബന്ധപ്പെട്ട കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാത്ത, കണ്ടെത്താൻ സാധിക്കാത്ത മലക്കുകളോ ജിന്നുകളോ അങ്ങനത്തെ വിഷയങ്ങളായിരിക്കാം. പക്ഷേ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണെങ്കിൽ അതല്ലാത്ത എല്ലാം നമ്മൾ ദീനായിട്ട് പറയുന്നതൊക്കെ വിശ്വസിക്കണം എന്നല്ല കേട്ടോ പറയുന്നത്. അത് അഹ്ലുസുന്നത്തിൻ്റെ പ്രത്യേകതയല്ല. അഹ്ലുസുന്നത്തി എല്ലാം പറഞ്ഞതെല്ലാം ആളുകൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല, തൊണ്ട തൊടാതെ വിഴുങ്ങുന്നില്ല. അവർക്കതിൻ്റെ ആവശ്യമില്ല. അത് റബ്ബ് അവരോട് ചോദിക്കൂല. ആ ഉസ്താദ് പറഞ്ഞ എന്താ നീ വിശ്വസിച്ചില്ല, ഇവിടെ നിന്ന് ഇയാൾ പറഞ്ഞ എന്താ നീ വിശ്വസിച്ചത്, ഇതൊന്നും റബ്ബ് നമ്മളോട് ചോദിക്കൂല. പക്ഷെ റസൂൽ പറഞ്ഞത് എന്തുകൊണ്ട് വിശ്വസിച്ചില്ല നമ്മളോട് ചോദിക്കും. മാതാ അജബ്തുമുൽ മുർസലീൻ എന്ന് ഓരോരുത്തരോടും ചോദിക്കും. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊരു കാര്യം പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്താ പറയുക, മൈക്രോസ്കോപ്പോ ടെലിസ്കോപ്പോ ഇങ്ങനെയുള്ള ഉപകരണങ്ങളോ മറ്റുള്ള പഠനങ്ങളോ നിഗമനങ്ങളോ കൊണ്ടോ നമുക്ക് കണ്ടെത്താൻ സാധിക്കാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മളതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. അതിൽ വിശ്വസിക്കൽ നിർബന്ധമാണ്. നമ്മൾക്കിപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മജ്ലിസ് ദീൻ പഠിക്കുന്ന, ദീൻ്റെ വിഷയങ്ങൾ സംസാരിക്കുന്ന മജ്ലിസാണ്. അത് മാത്രമല്ല മസ്ജിദാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു മസ്ജിദിൽ ഇങ്ങനെ ദീൻ പഠിക്കുന്ന മജ്ലിസിൽ ഒരാളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ അവരെ മലക്കുകൾ മൂടിപ്പൊതിയുന്ന അത്രയധികം മലക്കുകളുണ്ടാവും. എത്രത്തോളം ഹദീസുകൾ കാണാം, അവരിങ്ങനെ മേലേക്ക് മേലേക്ക് വന്ന് ഈ മജ്ലിസ് മുതൽ ഒന്നാം ആകാശം വരെ ഒരു തൂണ് പോലെ ആയിത്തീരും മലക്കുകളെ കൊണ്ട്. അത്രയധികം മലക്കുകളുണ്ടാവും. വലിയൊരു ഹദീസാണ്. ഇവിടെ എവിടെ നമ്മൾ മലക്കുകൾ കാണുന്നുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും കാണുന്നുണ്ടോ? എനിക്ക് കാണുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ? പക്ഷെ നമ്മളത് എന്ത് ചെയ്യും? വിശ്വസിക്കും. കാരണം എന്താ? അത് പറഞ്ഞു തന്നതാരാ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ ആലോചിച്ച്, സ്വന്തം വ്യക്തി ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ലാത്തൊരു വ്യക്തി അയാൾ എങ്ങനെ അള്ളാഹുവിനെ പറ്റി കളവ് പറയാം? എങ്ങനെ കളവ് പറയാം? ഒരിക്കൽ അങ്ങനെ പറയും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? മക്കൾക്കാരോട് ദഅവത്ത് ചെയ്യുമ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സംഭവം. സ്വന്തം കുടുംബക്കാരെ, വാനന്തിർ അഷീറത്തക്കൽ അഖ്റബീൻ എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുടുംബക്കാരെ വിളിച്ചു ചേർക്കുകയാണ്. സഫാ മലയുടെ മുകളിൽ കയറിയിട്ട് ഓരോരുത്തരെയും വിളിക്കുകയാണ്, പേരെടുത്ത് വിളിക്കുക. അപ്പോൾ എല്ലാവരും എന്തോ പ്രധാനപ്പെട്ട കാര്യത്തിന് വിളിക്കുന്ന പോലെയാണ് വിളിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന്, വളരെ കുടുംബക്കാരൊക്കെ വന്നു, എല്ലാവരുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഈ മലയുടെ പുറകിൽ നിന്ന് ഒരു ശത്രു നിങ്ങളെ ആക്രമിക്കാൻ നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇവിടെ എത്തും ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ ഒരാളും പറഞ്ഞിട്ടില്ല വിശ്വസിക്കൂല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും കളവ് പറഞ്ഞിട്ടില്ല. അല്ലേ? മക്കാ മുശ്രിക്കുകളുടെ ഇടയിൽ അൽ അമീൻ എന്നാണ് വിളിക്കാറുണ്ട്. അപ്പം ആ വ്യക്തി നമ്മൾക്കൊരു കാര്യം അള്ളാഹു പറഞ്ഞുകൊണ്ട് പറഞ്ഞു തരുമ്പോൾ അയാൾ കളവ് പറയാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ? ഇല്ല, ഒരിക്കലും കളവ് പറയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം വമാ യൻതിഖു അനിൽ ഹവ, അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം ദീനിൽ സംസാരിക്കൂല. ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹ, അദ്ദേഹം ദീനിലൊരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതെന്തു മാത്രമായിരിക്കും? അദ്ദേഹത്തിന് ഇറക്കപ്പെടുന്ന വഹി മാത്രമായിരിക്കും. അതല്ല സ്വന്തം ഇഷ്ടപ്രകാരം അദ്ദേഹം ഒരു കാര്യം പറയില്ല. ഈ ഒരു ബോധ്യം നമുക്ക് വേണം. അതുകൊണ്ട് നമുക്ക് എത്ര ബുദ്ധിക്ക് യോജിക്കാത്ത കാര്യമാണെന്ന് തോന്നിയാലും നമുക്കത് ചിന്തിച്ച് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമുണ്ടെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ അത് വിശ്വസിക്കണം. കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും നമുക്കത് മറ്റു കാര്യങ്ങൾ കൊണ്ട് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഒക്കെ നമ്മൾ വിശ്വസിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണെങ്കിൽ അത് പറഞ്ഞതാണെന്ന് ഉറപ്പുവരുത്താനാണ് നമ്മൾ ഹദീസുകൾ സ്വഹീഹാണോ ദഈഫാണോ എന്നുള്ള പഠനമൊക്കെ അതിനുള്ളതാണ്. അതാ പഠനം പഠിച്ച ആളുകൾക്കറിയാം. അങ്ങനെ പഠിച്ച് നമുക്ക് അവലംബിക്കാൻ പറ്റുന്ന ഹദീസുകളാണെങ്കിൽ നമ്മളത് വിശ്വസിക്കൽ ഒരു മുസ്ലിമിന് നിർബന്ധമാണ്. അത് ചിലപ്പോൾ ഒരുപാട് നൂറ്റാണ്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിക്കുന്നതിന് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പ് കഴിഞ്ഞു പോയ ചരിത്രങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ആദം അലൈഹി സ്വലാം സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ പോലും പറഞ്ഞു തന്നിട്ടുണ്ട്. ആകാശഭൂമിയിൽ സൃഷ്ടിക്കുന്നതിന് മുമ്പുള്ളതും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുമാത്രമല്ല, ഇനി വരാനിരിക്കുന്ന ലോകാവസാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഓരോന്നും, അല്ലെ മസീഹ് ദജ്ജാലിനെ പറ്റി നമുക്ക് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരാളെ പോലെ നമുക്കറിയാൻ അത്രയധികം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്? വിശദമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത, അല്ലെങ്കിൽ നമ്മൾക്കത് സത്യമാണെന്ന് മറ്റുള്ള വഴികളോട് ഉറപ്പിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്.
അതെല്ലാം സത്യമാണ് എന്ന് ഉറച്ചു വിശ്വസിക്കൽ ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ ബാധ്യത. അത് അഹ്ലുസുന്നത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. അഹ്ലുസുന്നത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്. നമ്മുടെ നാട്ടിൽ പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന പല കാര്യങ്ങളും നിഷേധിക്കുന്ന ആളുകളാണ്. ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്ന് പേരും പറഞ്ഞിട്ട്, അല്ലേ? മനുഷ്യ ശരീരത്തിൽ ജിന്ന് പ്രവേശിക്കുമോ? നമ്മൾ ഏതെങ്കിലും ഒരാളുടെ ശരീരത്തിൽ മറ്റൊരു ജിന്ന് പ്രവേശിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഒരു വീട്ടിലേക്ക് ഒരാൾ പ്രവേശിക്കുന്ന പോലെ പ്രവേശിക്കുന്ന കണ്ടിട്ടുണ്ടോ? അപ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ബാധ്യത ഉണ്ടോ? വിശ്വാസം പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കണം. അതാണ് ഒരു മുസ്ലിമിൻ്റെ നിലപാട്. ഉണ്ടെങ്കിൽ നമ്മളത് വിശ്വസിക്കണം. വിശ്വാസം പഠിപ്പിച്ചു തന്നെന്താ? അശൈത്താനു യജ്രി മിനൽ ഇൻസാനി മജ്റദ്ദം. ശൈത്താൻ എന്ത് ചെയ്യും? മനുഷ്യൻ്റെ ശരീരത്തിൽ രക്തം സഞ്ചരിക്കുന്നിടത്തെല്ലാം ശൈത്താന് പ്രവേശിക്കാൻ സാധിക്കും. രക്തം പ്രവേശിക്കാത്ത ഏത് ഭാഗമുള്ളത്? ചിലപ്പോൾ ഈ ചെവിക്കുറ്റി ഉണ്ടാവും. ബാക്കി ഏത് ഭാഗമുള്ളത്? എവിടെയും എത്താൻ അത് സാധിക്കും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നതാണ്. അത് പല ആളുകൾക്കും അത്തരം പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഖുർആൻ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ചികിത്സിച്ചിട്ടുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? ഒരിക്കലും നിഷേധിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെന്ന് പഠിപ്പിച്ചെന്നാൽ ഉണ്ടെന്ന് തന്നെ വിശ്വസിക്കണം. അത് നമ്മുടെ ബുദ്ധിക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമാണെങ്കിലും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും അത് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നത് അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ നമ്മളത് വിശ്വസിക്കൽ ബാധ്യതയാണ്. അതിനുള്ള ഏറ്റവും നല്ല ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ടാകും. അവസാനിപ്പിക്കാം. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിനൊരു വിളിപ്പേരുണ്ട്. എന്താണ്? സിദ്ദീഖ്. ഈ പേരെങ്ങനെ അദ്ദേഹത്തിന് കിട്ടിയത്? അതിൽ ഒരു പശ്ചാത്തലമുണ്ട്. ഇസ്രാ മിഅ്റാജ്. ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ എന്താ? മക്കയിൽ നിന്ന് വെച്ചാൽ മസ്ജിദുൽ ഹറാമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒറ്റ രാത്രി കൊണ്ട് സഞ്ചരിക്കുക. അന്നെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ മാത്രം 3 മാസം സമയമെടുക്കും. അന്ന് മാത്രമല്ല, അവിടെ തിരിച്ചിങ്ങോട്ടും എത്തി ഒറ്റ രാത്രി ഒന്നും. അവിടെ നിന്ന് മസ്ജിദുൽ അഖ്സയിൽ നിന്ന് 7 ആകാശങ്ങൾക്ക് മുകളിലേക്ക് കയറിപ്പോയി തിരിച്ചു വരികയും ചെയ്തു. ഈ ഒരു വാർത്ത അന്ന് പറയുമ്പോഴുള്ള അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കുക. ഇന്നത്തെ ഈ സൂപ്പർസോണിക് വിമാനങ്ങളുള്ള കാലഘട്ടത്തിൽ തന്നെ ഇത് ചിന്തിച്ചെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അന്നത് പറയണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഒരു കാര്യം പറയുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പറഞ്ഞു കൊടുത്തപ്പോൾ ആ വാർത്ത എന്ത് ചെയ്തു? മക്കക്കാർക്കിടയിൽ പ്രചരിച്ചു. മക്കാ മുശ്രിക്കുകൾക്ക് അതൊരെന്തായി? പറഞ്ഞു പരത്താനുള്ളൊരു കാര്യമായി. അവരിങ്ങനെ പറഞ്ഞു നടക്കണം. കണ്ടോ, മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഇതാ പുതിയൊരു കാര്യം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഓരോരുത്തരെടുക്കുക ഇങ്ങനെ പറഞ്ഞു നടക്കുക. ഇങ്ങനെ പറഞ്ഞു നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആരെ കാണുന്നത്? മക്കയിൽ ഉണ്ടായിരുന്നില്ല ആര്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. ആ സമയത്ത് അദ്ദേഹം എന്തോ കച്ചവടത്തിന് മറ്റു ആവശ്യത്തിന് പുറത്തു പോയതാണ്. അവിടെ തിരിച്ചു വരുന്ന അബൂബക്കറിനെ കാണുമ്പോൾ ഒരു സന്തോഷത്തോടെ എന്ത് ചെയ്യണം? അബൂബക്കറിൻ്റെ അടുക്കിലേക്ക് പോകണം. എന്താ സന്തോഷിക്കാൻ കാരണം? ഇത് പറഞ്ഞിട്ടെങ്കിലും എന്ത് ചെയ്യാൻ സാധിക്കും? അബൂബക്കറിനെ മുഹമ്മദിൻ്റെ ദീനം തെറ്റിക്കാൻ സാധിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ആര് പോകുന്നത്? മക്കക്കാർ പോകുന്നത്. ഇത് പോയിട്ട് പറയുന്നത്, അബൂബക്കറെ നിൻ്റെ കൂട്ടുകാരൻ എന്തൊക്കെയാണ് പറയുന്നത്? ഒറ്റ രാത്രി കൊണ്ട് അവൻ എന്ത് ചെയ്തത്രേ? മക്കയിൽ നിന്ന് അവിടം വരെ പോയത്, ഫലസ്തീൻ വരെ പോയത്. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് വന്ന് അവിടെ നിന്ന് 7 ആകാശത്തേക്ക് കയറിപ്പോയി എന്നൊക്കെയാണ് നിൻ്റെ കൂട്ടുകാരൻ പറയുന്നത് പറഞ്ഞപ്പോൾ അബൂബക്കർ പറഞ്ഞെന്താ? മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഒറ്റൊരു ചോദ്യം ചോദിച്ചുള്ളൂ. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് സത്യം. ഇൻ കാന ഖദ് ഖാലഹു ഫഖദ് സദഖ. മുഹമ്മദ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാണ്. വേറൊന്നും അദ്ദേഹം പറഞ്ഞില്ല. നമ്മുടെ നിലപാട് ഇങ്ങനെ ആയിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതിന് സ്വഹാബത്ത് നൽകിയ അർത്ഥം ഇങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് എങ്കിലും അത് സത്യമാണ്. നമുക്ക് വേറെ വർത്താനില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ആയിരിക്കണം. അവസാനത്തെ കാര്യം, നമ്മുടെ പ്രത്യേകത ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മൾക്ക് ദീനിൻ്റെ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾക്ക് വന്ന് കിട്ടും. നമ്മൾ പഠിക്കും ഒരുപാട് അറിവുകൾ, ഇന്ന കാര്യം ഹറാമാണ്, ഇന്നത് വാജിബാണ്, ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. ഈ അറിവുകൾ കിട്ടുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ മാറ്റം വരുത്താൻ നമ്മളെ സജ്ജരാക്കണം. നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാവണം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ? സമർപ്പണം. നമ്മൾ കീഴൊതുങ്ങുന്നവരാകുക എന്നുള്ളത്. ഇസ്തിസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മൾ അള്ളാഹുവിന് കീഴൊതുങ്ങിയവരാകാം, അവൻ്റെ കൽപ്പനകൾ. അങ്ങനെ കീഴൊതുങ്ങിയവനാകുന്നവനാണ് മുസ്ലിം. നമുക്ക് എത്ര പ്രയാസമുള്ള കാര്യമാണെങ്കിൽ പോലും അല്ലെ, അള്ളാഹു സുബ്ഹാനഹു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ നൽകാറുണ്ട്. നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സന്താനങ്ങളോ അല്ലെങ്കിൽ നമുക്ക് സമ്പത്തോ ഇതൊക്കെ റബ്ബ് എടുത്തു കളഞ്ഞിട്ട് നമ്മൾ പരീക്ഷിക്കാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ റബ്ബിനെ പറ്റി മോശം വിചാരിക്കാത്തതുപോലെ, പതറാത്തതുപോലെ, സബർ ചെയ്ത് ക്ഷമിച്ച് പിടിച്ചു നിൽക്കുന്നത് പോലെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളിലും വാജിബാക്കിയ കാര്യങ്ങളിലും അതേപോലെ പിടിച്ചു നിൽക്കണം. അത് അഹ്ലു സുന്നത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നമുക്ക് എത്ര അത് പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നത് എനിക്കത് ചെയ്യാൻ കഴിയൂല നമ്മൾ വിചാരിക്കേണ്ട. അത് ശൈത്താൻ്റെ തന്ത്രം. എന്നെ കൊണ്ടത് പറ്റൂല, അവൻ ചെയ്യുന്നുണ്ട് ശരിയാണ്, ഇവരൊക്കെ മാറി, പക്ഷെ എനിക്കത് സാധിക്കൂല എന്ന് നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് അള്ളാഹു സ്വർഗ്ഗം ഉണ്ടാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ബോധം വേണം. വിശ്വാസം പറയുന്നത് സ്വർഗ്ഗം എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കും.
ഓരോരുത്തർക്കും സാധിക്കൂല എന്ന് വിചാരിക്കണ്ട, അത് ശൈത്താൻ തോന്നിപ്പിക്കുന്ന. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് പരിശ്രമിക്കണം. ഒരു ചെറിയൊരു പ്രയാസം ഉണ്ടാവും, പ്രത്യേകിച്ച് തുടക്കത്തിൽ സ്റ്റാർട്ടിങ് ട്രബിൾ എന്തായാലും ഉണ്ടാവും. പക്ഷെ ആ പ്രയാസം കഴിഞ്ഞൊരു എളുപ്പം വരും, എന്തായാലും ഉണ്ടാവും. ഫഇന്നമഅൽ ഉസ്രി യുസ്റ, ഇന്നമഅൽ ഉസ്രി യുസ്റ. അള്ളാഹു എന്തിനാ ആവർത്തിച്ച് പറയുന്ന ഒരേ ആയത്ത് തന്നെ 2 വട്ടം? ഒരു സംശയം വേണ്ട നമുക്കതിൽ. അത് എന്തായാലും റബ്ബ് എളുപ്പം നൽകിയിരിക്കും. അല്ലേ? രാത്രി എത്ര ഇരുണ്ട് പോയാലും എത്ര ഇരുട്ടിപ്പോയാലും എന്ത് ചെയ്യും? സൂര്യൻ ഉദിക്കുക തന്നെ ചെയ്യും എന്നുള്ളത് പോലെ തന്നെയാണ് എന്ത്? പ്രയാസങ്ങൾ എത്ര കടുത്തു പോയാലും എത്ര ബുദ്ധിമുട്ടിയാലും ഒരു എളുപ്പം റബ്ബ് എന്ത് ചെയ്യും? അത് തരിക തന്നെ ചെയ്യും. ഈ ഉറപ്പ് നമുക്ക് വേണം. ഏറ്റവും നല്ലൊരു മാതൃകയാണ് സ്വഹാബത്തിൽ. ആ വിഷയത്തിൽ ഒരുപാട് മാതൃക. ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ ഓതുന്നൊരായത്താണ് ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി, സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്ത്. ഈ ആയത്ത് അവതരിക്കാനൊരു പശ്ചാത്തലമുണ്ട്. അത് ഇതുപോലെ തന്നെ നമ്മളെ വളരെയധികം ഹൃദയത്തിൽ നമ്മൾ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്, ചരിത്രമാണ്. ഈ ആയത്ത് ഇറങ്ങുന്നതിന് 2 ആയത്തുകൾക്ക് മുകളിൽ അതേ പേജിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. മുസാഫ് നോക്കിയാൽ അള്ളാഹു പറയുന്നത് വൈൻ തുബ്ദു മാഫി അൻഫുസിക്കും ഔ തുഖ്ഫൂഹു യുഹാസിബുക്കും ബിഹില്ല. എന്തതിൻ്റെ അർത്ഥം? നിങ്ങൾ നിങ്ങളുടെ മനസ്സിലുള്ളത് വെളിവാക്കിയാലും അത് മറച്ചു വെച്ചാലും അതിനെപ്പറ്റി അള്ളാഹു നിങ്ങളെ വിചാരണ ചെയ്യും എന്ന ആയത്തിറക്കാം. ശ്രദ്ധിക്കണേ, ഈ ആയത്ത് ഇത് ഇറങ്ങിയിട്ടില്ല, ആമന റസൂലൊന്നും ഇറങ്ങിയിട്ടില്ല. ആദ്യം ഇറങ്ങുന്ന ഈ ആയത്താണ്. അപ്പോൾ സ്വഹാബത്ത്, നമ്മുടെ നാട്ടിൽ വലിയൊരു ദുരന്തമൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒന്നിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന പോലെ സ്വഹാബത്ത് ഈ ആയത്ത് കേട്ടപ്പോൾ വലിയൊരു പ്രയാസം നേരിട്ടതുപോലെ എല്ലാവരും ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരിക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ മുട്ടുകുത്തി എല്ലാവരും ഇരിക്കുക മസ്ജിദിൽ. എന്നിട്ട് പറയാണ് സ്വഹാബത്ത്, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു ഞങ്ങൾക്ക് പലതും നിയമമാക്കിയിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾ അള്ളാഹു ഞങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട്, പലതും ഹറാമാക്കിയിട്ട്. അതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇറക്കിയ ആയത്ത് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല റസൂലേ എന്ന് സ്വഹാബത്ത് പറയാം. ശ്രദ്ധിക്കണം, ചെയ്യാൻ കഴിയില്ല എന്ന് പറയും. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. അങ്ങനെ പറയുന്ന ആരുടെ സ്വഭാവമാണ്? അഹ്ലു കിതാബ്, ജൂതന്മാരുടെ സ്വഭാവമാണ്. സമിഅന വ അസൈന, ഞങ്ങൾ കേട്ടു പക്ഷെ ഞങ്ങൾ ചെയ്യൂല എന്നുള്ള നിലപാട് അവരുടെ നിലപാട്. നിങ്ങൾ എന്ത് പറയും? സമിഅന വ അതാഅന, കേട്ടു അനുസരിച്ചു, അങ്ങനെ പക്ഷെ അവർക്കത് മനസ്സിൽ പ്രയാസമുണ്ട്, വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അവർക്കതൊരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത. നമ്മൾ ആലോചിക്കുക, നമ്മൾ മനസ്സിൽ കടന്നു വരുന്ന ചിന്തകൾക്കൊക്കെ റബ്ബ് നമ്മളെ വിചാരണ ചെയ്താൽ അല്ലെങ്കിൽ തന്നെ നമ്മുടെ കാര്യം കഷ്ടം. ഇനി അതും കൂടെ റബ്ബ് വിചാരണ ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാവരും രക്ഷപ്പെടുക. അത് പേടിച്ചിട്ടാണ് സ്വഹാബത്ത് അതിനെപ്പറ്റി ആലോചിച്ച് അവർക്കൊരിക്കലും അത് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. എന്നാലും റസൂൽ പറയാണ് മുന്നിൽ നമ്മളോട്, അങ്ങനെ പറയും എന്ന് പറയുമ്പോൾ അവർ പറയാം സമിഅന വഅതഅന, സമിഅന വഅതഅന. അവരങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കാം. മനസ്സിന് ബുദ്ധിമുട്ടുണ്ട്, അംഗീകരിക്കാൻ പ്രയാസമുണ്ട്, എങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ഞങ്ങളനുസരിച്ചു, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോഴാണ് ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആയത്തിറങ്ങുന്നത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വ അലൈഹാ മാ ഇക്തസബത്. ഓരോ നഫ്സിനെയും അള്ളാഹു അതിന് സാധിക്കാത്തൊരു കാര്യം റബ്ബ് ഏൽപ്പിക്കൂല. എന്ന് വെച്ചാൽ ഈ കാര്യം അള്ളാഹു നസ്ഖ് ചെയ്യാന്ന് പറയാം. ആ ഒരു വിധി അള്ളാഹ് എടുത്തു കളഞ്ഞു. ഓരോന്നും എന്താണോ പ്രവർത്തിച്ചത്, പക്ഷേ മനസ്സിലൊരു ചിന്ത കടന്നു വന്നു, എന്നിട്ട് അതെന്ത് ചെയ്തു, നമ്മൾ അതിനെപ്പറ്റി പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുമ്പോഴേ റബ്ബ് അതിനെപ്പറ്റി വിചാരണ ചെയ്യുള്ളൂ എന്നുള്ള പുതിയ നിയമം അള്ളാഹു എന്ത് ചെയ്തു, ഇറക്കി. ആലോചിച്ചോക്കെ, ഈ ഒരു നിലപാടായിരിക്കണം. നമുക്ക് എത്ര പ്രയാസം ഉണ്ടെങ്കിലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിൽ കൽപ്പിച്ച കൽപ്പനയാണ്, നിശ്ചയിച്ച നിയമമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിന് വഴിപ്പെടണം, അതിന് കീഴൊതുങ്ങണം. നമ്മൾ റബ്ബിൻ്റെ അടിമയാണ്. നമ്മളൊരിക്കലും അഹങ്കരിക്കരുത്. നമുക്കിഷ്ടമുള്ളതൊക്കെ ചെയ്യാനാണെങ്കിൽ പിന്നെ റസൂൽ അയക്കേണ്ട എന്താ ആവശ്യമുള്ളത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്കിഷ്ടമുള്ള ദീനിൽ ഉള്ള നമുക്കിഷ്ടപ്പെടുന്ന വാജിബുകൾ ചെയ്യുക, നമുക്കിഷ്ടമില്ലാത്ത വാജിബുകൾ ഒഴിവാക്കുക, നമുക്കിഷ്ടമുള്ള ഹറാമുകൾ നമ്മൾ ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഹറാമുകൾ നമ്മൾ ചെയ്യുക. ഇങ്ങനെ ഒരു അവസ്ഥയാണെങ്കിൽ നമ്മളിലേക്ക് തന്നെ റസൂൽ അയക്കേണ്ട ആവശ്യം എന്താ? നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ അള്ളാഹ് കൽപ്പിച്ചാൽ പോരെ. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പൂർണ്ണമായ റബ്ബിന് വഴിപ്പെടണം. യാ അയ്യുഹല്ലദീന ആമനു ദുഖുലൂ ഫിസ്സിൽമി കാഫ. ഈ സിൽമിൽ അള്ളാഹുവിന് കീഴ്പ്പെടുന്നതിൽ നിങ്ങൾ പൂർണ്ണമായും പ്രവേശിക്കണം, എല്ലാ മേഖലയും. നമുക്ക് എത്ര പ്രയാസമുണ്ട്. ഒരുപാട് ആളുകൾ എതിരുണ്ട്. നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾ വളരെ സിമ്പിളായിരിക്കും. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, അന്ന് ദീൻ മുറുകെ പിടിക്കുന്നവൻ കൈവെള്ളയ്ക്കുള്ളിൽ തീക്കനൽ പിടിച്ചവനെ പോയിരിക്കും. ഒരുപാട് പ്രയാസങ്ങളുണ്ട്, ഉറപ്പാണ്. വീട്ടുകാരെന്നുണ്ടാവും, കുടുംബക്കാരെന്നുണ്ടാവും, നാട്ടുകാരെന്നുണ്ടാവും, എല്ലാ നിലക്കും ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങൾ വരുമ്പോഴും ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മൾ ഈ ദീന് വിട്ടുകൊടുക്കരുത്, ദീനിൽ മുറുകെ പിടിക്കുക. സഹാബത്തിൻ്റെ നിലപാട് ഇതാണെങ്കിൽ നമ്മൾ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുക. ആരും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നമ്മൾ രക്ഷപ്പെടും. അല്ലേ? ഇമാം മാലിക് റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഈ സഹാബത്തിൻ്റെ മാർഗം അത് നൂഹ് അലൈഹിസ്സലാം കപ്പൽ പോലെ. മൻ റക്കിബഹ നജ. ആരാണോ അതിൽ കയറിയത് അവൻ എന്ത് ചെയ്യും? അവൻ രക്ഷപ്പെടും.
നമ്മൾക്ക് നമ്മുടെ തടി സലാമത്താക്കണമെങ്കിൽ നമ്മൾ ഈ മാർഗത്തിലാകണം. ആരെയും നമ്മൾ നോക്കണ്ട, അവരെ നമ്മൾ ക്ഷണിക്കുക, അവരെ നമ്മൾ പരമാവധി കൊണ്ടുവരാൻ നോക്കുക. എന്നിട്ട് അവർ വരാൻ തയ്യാറായില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. അവർ വരാത്തതുകൊണ്ട് നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രം. അപ്പം അങ്ങനെ പിന്തിരിയുന്നവർ പിന്തിരിഞ്ഞോട്ടെ, ക്ഷണിച്ചിട്ട് വരാത്തവർ വരാതിരുന്നോട്ടെ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യരുത്? ഈ പാതയിൽ നിന്ന് വിട്ടുപോകരുത്, ഉറച്ചു നിൽക്കണം, മരണം വരേക്കും ഉറച്ചു നിൽക്കണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം മരിക്കുന്നതിന് മുമ്പ് നൽകിയ വസിയത്തിൽ എന്താ പറയുന്നത്? അലൈക്കും ബി സുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. നിങ്ങൾ എൻ്റെ സുന്നത്തിന് മുറുകെ പിടിക്കുക, എൻ്റെ ഖുലഫാ റാഷിദീങ്ങളുടെ സുന്നത്ത്. എന്തിനാണ് നബി സ്വല്ലല്ലാഹു സുന്നത്ത് കൊണ്ട് സ്വഹാബത്തിന് രണ്ട് രണ്ടാണോ? അല്ല. പക്ഷേ ഖുർആൻ പറഞ്ഞിട്ട് തോന്നിയ രൂപത്തിൽ അത് വ്യാഖ്യാനിക്കുന്ന, ഹദീസ് പറഞ്ഞിട്ട് തോന്നിയ രൂപത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ദീനിനെ ചിത്രീകരിക്കുന്ന ആളുകൾക്കുള്ള മറുപടിയാണത്. സ്വഹാബത്ത് എന്താണോ മനസ്സിലാക്കിയത്, അവരെന്താണോ നടപ്പിലാക്കിയത്, അതേ ദീനാവും. അതാണ് സിറാത്തുൽ മുസ്തഖീം. അവർ ജീവിച്ച് കാണിച്ചെന്ന മാർഗം, അവരെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ച് പോയ മാർഗം, അതാണ് സിറാത്തുൽ മുസ്തഖീം. ആ മാർഗത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുക. എപ്പോഴും നമ്മൾ ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, വളരെയധികം നമ്മൾ പ്രാർത്ഥന വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഈ ഹദീസിൻ്റെ അവസാനം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദു അലൈഹ ബിൻ നവാജിദ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു സിറാത്തുൽ മുസ്തഖീം ഇത് നിങ്ങൾ നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. എന്താ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുന്നത്? എന്തിനാ? കൈ കൊണ്ട് പിടിച്ചാൽ പോരെ? എന്തിനാ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കുന്നത്? എന്ന് വെച്ചാൽ ഇത് നമ്മളിൽ നിന്ന് വലിച്ചെടുക്കാൻ, നമ്മുടെ ഈ ദീൻ ഇല്ലാതാക്കാൻ എല്ലാ നിലയ്ക്കും എല്ലാ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങളുണ്ടാവും. എല്ലാ ഭാഗത്തുനിന്നും നമ്മളതിൻ്റെ തുടക്കമായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ പോലും. ഇപ്പം നമ്മുടെ ജമാഅത്ത് നിസ്കാരം ഉദാഹരണത്തിന്, 5 നേരം കൃത്യമായി പള്ളിയിൽ ജമാഅത്തിൽ വന്ന് നിസ്കരിക്കാനുള്ള ആണുങ്ങൾക്ക് നിർബന്ധമാണ്. ഈ ജമാഅത്തിൽ വരുന്നതോ കച്ചവടമൊക്കെ ഉണ്ടെങ്കിൽ കച്ചവടത്തിൻ്റെ അടിയിൽ വരുമ്പോൾ വീട്ടുകാരത് പ്രശ്നമാക്കും. ഇവൻ്റെ കട പൂട്ടിയിട്ട് ഈ നേരത്തെ എന്താ പള്ളിയിൽ പോകുന്നു, വീട്ടുകാർ ചീത്ത പറയും, പലരും പല പ്രശ്നങ്ങളുണ്ടാക്കും. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങൾ മാറ്റം വരുത്തുമ്പോഴും ആളുകൾക്ക് അത് എന്ത് ചെയ്യും? പലർക്കത് ഇഷ്ടപ്പെടൂല. നമ്മൾ ശ്രദ്ധിക്കണം, അവരൊന്നും നമ്മൾക്ക് നമ്മുടെ ഈ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ തടസ്സമാകരുത്. അവരതിൽ ഈ മാർഗത്തിൽ പ്രവേശിച്ചാൽ അവർക്ക് നല്ലത് എന്നതല്ലാതെ നമുക്കെല്ലാവരും കൂട്ടി സ്വർഗത്ത് പോകാൻ കഴിയൂല. എല്ലാവരും സ്വർഗത്തിലേക്കുള്ള ആളുകളല്ല. എല്ലാ ആളുകളും ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യർ രാശി എല്ലാവരും നരകത്തിലാണ് അവർ. ചില ആളുകൾ ഒഴിച്ച്, പക്ഷേ ഭൂരിഭാഗവും നരകത്തേക്കായിരിക്കും. എല്ലാവരും കൂട്ടി നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റൂല. നമ്മൾ നമ്മുടെ തടിയെങ്കിലും സലാമത്താക്കി, പിന്നെ നമുക്കിഷ്ടമുള്ള നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഏറ്റവും ബന്ധപ്പെട്ട ആളുകൾ, അവരെ നമ്മളിതിലേക്ക് എത്തിക്കാൻ പരമാവധി ശ്രമിക്കണം. ആ ഒരു ലക്ഷ്യം വേണ്ടാന്നല്ല പറയും, ആ ഒരു ആഗ്രഹവും ലക്ഷ്യവും പരിശ്രമമൊക്കെ വേണം. പക്ഷേ ആരെങ്കിലും വരാത്തതിൻ്റെ പേരിൽ, നമ്മൾ ഒറ്റയ്ക്കായതിൻ്റെ പേരിൽ എന്ത് ചെയ്യരുത്? ഇതിൽ നിന്ന് വിട്ടുപോരുത്. നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതുപോലെ അവസാന കാലഘട്ടത്തിൽ എന്ത് ചെയ്യും? ബദ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു ഗരീബൻ. ദീൻ തുടങ്ങിയത് അപരിചിതമായിട്ട്, ഇത് വീണ്ടും അപരിചിതമാവും. ഫതൂബാ ലിൽ ഖുറബാ, അങ്ങനെയുള്ള അപരിചിതർക്ക് അവർക്ക് തൂബ, അവർക്ക് സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാൽ പറ്റും. അപ്പം അപരിചിതരായതുകൊണ്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? നമുക്കൊരു മടുപ്പ് ഉണ്ടാകരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്കെല്ലാവർക്കും ഈ ഒരു മാർഗം, ഈ ഒരു പ്രത്യേകതകൾ അത് നമ്മളിൽ ഓരോരുത്തരിലും എപ്പോഴും ഉണ്ടോ എന്ന് പരിശോധിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ കുറ്റമറ്റതായി നിലനിർത്തുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുകയും അതിനുവേണ്ടി നാം ഓരോരുത്തരും പരമാവധി പ്രാർത്ഥിക്കാനും ശ്രദ്ധിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അധികരിപ്പിച്ച പ്രാർത്ഥനകൾ ഒന്നെന്താ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ മറ്റും നമ്മൾ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ സ്വഹാബത്തിൻ്റെ നിലപാടുകൾ വിശദമായി പഠിക്കാൻ ഉള്ള വേദികൾ ഒരുക്കുക, അതിനുള്ള വഴികൾ നമ്മൾ എന്ത് ചെയ്യുക? മാർഗങ്ങൾ സ്വീകരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും സ്വഹാബത്തിനെ ഏതൊരു മാർഗത്തിലായിട്ടാണോ അവൻ തൃപ്തിപ്പെട്ടത് അതേ മാർഗത്തിൽ നമുക്കുമായി തീരുവാനും, അങ്ങനെ റബ്ബ് സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന ആളുകളിൽ നമുക്ക് ഓരോരുത്തരും ഉൾപ്പെടുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.